അരങ്ങ് തകർക്കുന്ന അധാർമികതയും വരാൻ പോകുന്ന ദുരന്തങ്ങളും എന്ന ഒരു വിഷയം, അതിനെക്കുറിച്ച് ഒരാൾ പോലും സംസാരിക്കാതെ തന്നെ ആ ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ദാരുണമായ ഒരു അവസ്ഥയിലാണ് നാം നിലനിൽക്കുന്നത്. ഇനി ആ ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന ദുരന്ത ചിത്രങ്ങളെ കുറിച്ചൊരു പ്രഭാഷണത്തിന് ആവശ്യമില്ല. മറ്റൊരു വിവരണത്തിന്റെയോ ആമുഖത്തിന്റെയോ ആവശ്യമില്ലാത്ത വിധം സമകാലീന ലോകത്ത് വല്ലാതെ ആ ദുരന്തങ്ങൾ പറന്നു കഴിഞ്ഞു എന്നത് എനിക്ക് നേരത്തെ സംസാരിച്ച ബഹുമാനപ്പെട്ട അയ്യൂബ് ഖാൻ മൽഹരിയും കുറെ ദിവസങ്ങളായി നമ്മുടെ പ്രഭാഷണങ്ങൾ, വെള്ളിയാഴ്ചത്തെ ഖുത്ബ പ്രഭാഷണങ്ങൾ, പൊതുസദസ്സുകൾ, സംഘടനകളെ, ഇസ്ലാമിക സംഘടനകൾ മാത്രമല്ല മനുഷ്യാവകാശ പ്രവർത്തകരുടെ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ ആ പറയുന്നത് ഇത്രയും നാൾ നിങ്ങൾ കേട്ടതിന് വിപരീതമായിരിക്കും. ഇന്നേ വരെ റോഹിംഗ്യയിലെ, മ്യാൻമറിലെ റോഹിംഗ്യയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയുടെ തിരുവോരങ്ങളിൽ പല രീതികളായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടപ്പെടുമ്പോൾ ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ വേട്ടയാടുന്നു, ബുദ്ധിസ്റ്റുകൾ മ്യാൻമറിൽ വേട്ടയാടുന്നു, ഇറാഖിൽ വേട്ടയാടപ്പെടുന്നു, ഫലസ്തീനിലെ സയനിസ്റ്റുകൾ വേട്ടയാടുന്നു. ഇങ്ങനെ ആഗോള വ്യാപകമായി നാം നമ്മുടെ ചിത്രങ്ങളിലോട്ട് പോയാൽ നാനാഭാഗത്തുനിന്നും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മേൽവിലാസങ്ങളിൽ നാല് ഭാഗത്തും ഈ സമകാലീന സാഹചര്യത്തിൽ മ്യാൻമറിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന ഭീകരമായ ബുദ്ധതാണ്ഡവത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാസം കത്തിയിരിക്കുന്ന രൂക്ഷഗന്ധം അന്തരീക്ഷത്തെ മുഴുവനും വിഹ്വലമാക്കിക്കൊണ്ടിരിക്കുമ്പോ നാടിന്റെ നാനാഭാഗങ്ങളും പടന്നു പടക്കുന്ന ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ ആവരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെല്ലായിടത്തും നാനാഭാഗത്തും വേട്ടയാടപ്പെടുന്നു, പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇസ്ലാമിക സമൂഹത്തിന് ഈ ഭൂലോകത്ത് നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന ഒരു അബദ്ധധാരണ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിലേക്ക് പോലും കടന്നുപോയിട്ടുണ്ടോ എന്ന് ന്യായമായി നാം സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വസിച്ച നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല, ഇസ്ലാമിനെ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല, നാല് ഭാഗത്തുനിന്നും അക്രമികൾ നമ്മെ വേട്ടയാടുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഇസ്ലാമിക യുവാക്കളുടെ ഇടയിലേക്ക്, യുവതികളുടെ ഇടയിലേക്ക് രൂഢമൂലമാവുകയും ഇനി നാം പലവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോ ഞാനിനി പറയാൻ പോകുന്ന ഈ വിഷയം ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ചാട്ടവാറുകളുടെ ശബ്ദം കേട്ടിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീന, വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ സമ്പൂർണ്ണമായി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് 23 വർഷക്കാലത്തെ കർമ്മകാണ്ഡത്തിലൊടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് ബദറും ഉഹദും ഹുനൈനും ഖൈബറും ഖന്ദഖും ഒക്കെ രക്തപ്പുഴകൾ താണ്ടിക്കടന്ന് തന്റെ ജീവിതത്തിലേക്ക് വന്ന എതിർപ്പിന്റെ ശരങ്ങളെ സമചിത്തതയോടെ നേരിട്ടുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട്, ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമേറെന്നറിയുമോ? ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളുടെ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ, ബുദ്ധിസ്റ്റുകൾ റോഹിംഗ്യയിൽ, സയനിസ്റ്റുകൾ ഫലസ്തീനിൽ എന്ന് വേണ്ട നാനാവിധം ഈ നാല് ഭാഗത്തുനിന്നും വേട്ടയാടപ്പെടുമ്പോ ആ വേട്ടയാടപ്പെടുന്ന അതേ സാഹചര്യത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. ഏത് സാഹചര്യമാണ്? ആ സാഹചര്യം മറ്റൊന്നുമായിരുന്നില്ല. ഓ നബിയേ, ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തുൽ അബ്സാർ വബലഗത്തുൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹി ളുനൂന ഹുനാലിക മുത്ലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ. അല്ലാഹു ചോദിക്കുകയാണ്, നബിയേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക തത്വസംഹിതയെ ലോകത്തിൽ നിന്ന് വേരോടെ പുറത്തെറിയാൻ മക്കയിലെ മുശ്രിക്കുകളും പേർഷ്യയിലും ഇസ്രയേലുമുള്ള മജൂസികളും യഹൂദികളും അടക്കമുള്ള ഒരു സഖ്യസേന രൂപാന്തരപ്പെടുകയും ഖന്തക്കിന്റെ രണാങ്കണത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തകർത്തെറിയാൻ, അപരരായ ഒരു സമൂഹത്തെ തകർത്തെറിയാൻ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി സഖ്യകക്ഷികൾ രൂപീകരിക്കുകയും അതിനെയാണ് ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്ന് പിന്നീട് രേഖപ്പെടുത്തിയത്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. പ്രവാചകനെതിരെ പാഞ്ഞെടുത്ത എതിരാളികളുടെ വലിയൊരു സഖ്യരൂപം അവസാനം നിലനിൽക്കാൻ കഴിയാതെ ഈ സഖ്യകക്ഷികൾ മുഴുവനും മലവെള്ള പാച്ചിൽ പോലെ തങ്ങളുടെ നേരെ വന്നാൽ ന്യൂനപക്ഷമായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നാമാവശേഷമാകുമെന്ന് ഉറപ്പായപ്പോ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ചുറ്റടക്കാൻ ഭക്ഷണമില്ലാതെ കൈകാര്യം ചെയ്യാൻ ആയുധങ്ങളില്ലാതെ പരിമിതികളുടെയും പരിദേവനങ്ങളുടെയും പരിതാപങ്ങളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളെ പ്രതിരോധിക്കുവാൻ വേണ്ടി കയ്യിൽ കിടക്കുന്ന ഇരുമ്പായുധം കൊണ്ട് കിലോമീറ്ററുകളോ നീണ്ടു കിടക്കുന്ന കിടങ്ങുകൾ കുടിക്കുകയും നേതാവും അനുയായികളും അടക്കം രാപ്പകലുകളില്ലാതെ കിടങ്ങുകൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് വിശന്ന് ദാഹിച്ചിരിക്കുന്ന ചെന്നായെ പോലെ എതിരാളികളെ കാത്തുനിന്നപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ചോദിച്ചത്, നബിയെ എന്തിനാണ് ആ സാഹചര്യത്തെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ഇങ്ങനെയാണ്, നബിയെ ഇത് ജാഊകും മിന ഫൗഖികും വമിന അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുനൂന ബില്ലാഹി ളുനൂനാ. നബിയെ ഇത് ജാഊകും മിന ഫൗഖികും, അങ്ങയുടെ തലയുടെ മുകളിലൂടെ ഇന്ന് നാം വ്യോമാക്കണമെന്ന് പറയുന്ന അതേ പദമെടുത്തിട്ട് അല്ലാഹു ചോദിക്കുകയാ, ഇത് ജാഊകും മിന ഫൗഖികും, അങ്ങയുടെയും അനുയായികളുടെയും ഇസ്ലാമിന്റെ തലയുടെ മുകളിലൂടെ വ്യോമാക്രമണവും വമിൻ അസ്ഫല മിൻകും, കരയിലൂടെ കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുമ്പോ നബിയെ വ്യോമാക്രമണവും കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുന്ന വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുനൂന ബില്ലാഹി ളുനൂനാ. ഓ നബി, അങ്ങയുടെ അനുയായികളുടെ കണ്ണും കൽബും ഒരേപോലെ പേടിച്ചിരണ്ട് തലയുടെ മുകളിലൂടെ പാഞ്ഞു പോകുന്ന ആയുധങ്ങളും കരയിലൂടെ പാഞ്ഞു വരുന്ന കുതിരശബ്ദവും കേട്ട് അങ്ങയുടെ അനുയായികളുടെ ഹൃദയവും കണ്ണുകളും ഒരേപോലെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോ ഹുനാലിക ബുതുലിൽ മുഅ്മിനൂന വസുസിലു സുൽസാലന ശദീദാ. ഓ നബിയേ, അന്ന് സത്യവിശ്വാസികൾ തുല്യതയില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ എന്റെ സഹോദരങ്ങളോട് മ്യാൻമറും റോഹിംഗ്യയും ഫലസ്തീനും ഒക്കെ നമ്മുടെ മുമ്പിൽ കണ്ണീരായി നിലവുകളിലൂടെ പറന്നിറങ്ങുമ്പോ ഇതേ സാഹചര്യത്തെ സഹാബത്ത് ഇങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആന്റെ രണ്ടായത്തുകളും അത് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ നബിയെ ഹുനാലിക ബുതുലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ പേടിച്ചു വല്ലാതെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവരെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവര് വല്ലാതെ കിടുങ്ങി വിറച്ചു പോയല്ല നബിയെ. അന്ന് സഹാബത്ത് കിടുങ്ങി വിറച്ചു പോയല്ല നബിയെ. മക്കയും പേർഷ്യയും കിസ്രയും കൈസറും ഒക്കെ നമുക്ക് നേരെ പാഞ്ഞെടുത്തു വരുമ്പോ ആ സഹാബത്ത് പരീക്ഷിക്കപ്പെട്ട് പേടിച്ചു കറഞ്ഞു പോയല്ല നബിയെ. കിടങ്ങുകളിലോട്ട് വലിച്ചു വാരിയിടപ്പെട്ട് മേളിലേക്ക് വന്ന് വീടുന്ന മണ്ണുമാന്തി യന്ത്രം മണ്ണുവാരിയിടുമ്പോ അവസാനത്തെ നിമിഷം മുന്നിൽ കാണുമ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ അവരും വല്ലാതെ പേടിച്ചു പോയല്ല നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതേതെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിമീങ്ങളായ വിശ്വാസികൾ പേടിച്ചിരണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അവസാനിക്കാറായി എന്നല്ല, ഇതോടെ തീർന്നു എന്നല്ല, ഇനി നമ്മൾ ഈ ഭൂലോകത്ത് തുടച്ചു മാറ്റപ്പെടുമെന്നല്ല, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് മാറാനല്ല. മുസ്ലിമീങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഈ സഖ്യകക്ഷിയുടെ പടയാളികൾ പാഞ്ഞു വരുമ്പോ അവരെ തടുത്തു നിർക്കാൻ ഒരു കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് പട്ടിണിപ്പാവങ്ങളായ സഹാബത്ത് കിടങ്ങ് കുടിക്കാൻ ഇരുമ്പായുധമെടുത്ത് വെട്ടവേ ഒരു കരിമ്പാറ കെട്ടിലേക്ക് പോയിക്കൊണ്ട് കരിമ്പാറ പൊട്ടാൻ കഴിയാതെ ആ പേടിച്ച രണ്ട് സഹാബത്ത് വിശന്നിട്ട് വയറുമായി ഇലാ ഹളറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്,
രാത്രികാലത്താല് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്നിട്ട് ഇരുമ്പായുധമെടുത്ത് കല്ലിൽ വെട്ടിയിട്ട് പൊട്ടുന്നില്ല നബിയേ എന്ന് അനുയായികൾ വിശന്ന് പറഞ്ഞപ്പോ നബിയെ ഇത് കണ്ടോ എന്ന് പറഞ്ഞു നോക്കുമ്പോ അവര് വയറ്റില് കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ ഞാനും വ്യത്യസ്തനല്ലെന്ന് പറഞ്ഞ് നേതാവ് തന്റെ ശരീരത്തെ മറച്ചിരിക്കുന്ന വസ്ത്രാന്തരങ്ങൾ പൊക്കവേ അള്ളാന്റെ റസൂലിന്റെ വയറ്റിൽ 2 കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേട്ടുപടകിയ ചരിത്രമാണിത് മുഅ്മിനീങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാണ് വയറ്റിൽ കല്ല് കെട്ടിവെച്ചതെന്നറിയുമോ? വിശന്ന് പറഞ്ഞപ്പോ കല്ല് വയറ്റിൽ കെട്ടിവെച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത്? ആ കല്ലുകൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. എന്തിനാണെന്നറിയുമോ മുസ്ലിം ചെറുപ്പക്കാരാ? വയറ് വല്ലാതെ ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിപ്പോയാല് മെല്ലെ നടുവങ്ങ് കുനിഞ്ഞു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ. പട്ടിണി കിടന്നാലും നടു വളയാതിരിക്കാനാണ് വയറ്റിലേക്ക് വയറ്റിലേക്ക് കല്ല് കെട്ടിവെച്ചിട്ട് പട്ടിണി കിടന്നാലും മറ്റൊരു തന്നെ മുമ്പിൽ തലകുറിച്ച് നിൽക്കുകയില്ലെന്ന് നടു നിവർന്ന് നിൽക്കാൻ വേണ്ടിയാണ് 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ പ്രവാചകന് പ്രതിസന്ധിയുടെ തീക്ഷ്ണമായ കനൽപ്പതങ്ങളുടെ മുമ്പിൽ അള്ളാന്റെ റസൂല് വയറ്റിൽ കല്ല് കെട്ടിവെച്ചതെങ്കിൽ ഇല്ല മറ്റൊരുത്തന്റെ മുമ്പിൽ ശത്രുവിന്റെ മുമ്പിൽ തലകുനിക്കുകയില്ല. തലകുനിഞ്ഞെന്നവന് തോന്നുക പോലും ചെയ്യാതിരിക്കാൻ വയറ്റിലെ കല്ല് കെട്ടിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂൽ ഇരുമ്പായുധം കയ്യിലെടുക്കുന്നത്. എവിടെയാണ് സ്വഹാബ? ആ കല്ലിലേക്ക് പോയി ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടുന്ന സമയം ഇരുമ്പ് പോയി കരിങ്കല്ലിൽ സ്പർശിച്ചപ്പോ സ്വാഭാവികമായിട്ട് തീ പിടിച്ചു തരാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നവസരായി നിൽക്കുന്ന എതിരാളികളുടെ വായിൽ പെട്ടു നിൽക്കുന്ന അനുയായികളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ സഹാബാ? നിരാശപ്പെടുന്ന സഹാബ, ഈ ചിതറുന്ന തീപ്പൊരി ഏതെന്നറിയുമോ? അറിയില്ല നബിയേ. ഇത് കിസ്രയുടെ ഖജനാമാണ് സഹാബ. രണ്ടാമതും എടുത്തു വെട്ടി രണ്ടാമതും തീപ്പൊരി ചിതറിയപ്പോ ഇതേതെന്നറിയുമോ? ഇത് കൈസറിന്റെ ഖജനാമാണ് സഹാബ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് റോഹിംഗ്യ പറഞ്ഞു പതറാനല്ല, ഫലസ്തീൻ കെട്ടിട്ട് തിരിഞ്ഞു നടക്കാനല്ല. പട്ടിണിയിലും പരിവട്ടത്തിലും പരീക്ഷണത്തിന് നിൽക്കുമ്പോ ശുഭാപ്തി വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ മുമ്പോട്ട് നടത്തിയത്. ഒരു റോഹിംഗ്യയിൽ അവസാനിക്കുകയില്ല, ഒരു ഫലസ്തീനിൽ അവസാനിക്കുകയില്ല, ഒരു പശുവിന്റെ പേരിൽ തല്ലിക്കൊന്നാൽ അവസാനിക്കുകയില്ല. പട്ടിണി പാവങ്ങൾ കല്ല് വെട്ടാൻ പോലും സമയമില്ലാതിരുന്ന ശേഷിയില്ലാതിരുന്ന കാലത്താണ്. നിങ്ങൾ തളരരുത്, അവസാന വിജയം നിങ്ങൾ കാണുന്ന അല്ലാഹുവിന്റെ ഈ ദീനത്തുമെന്ന് കിസ്രയുടെ ഖജനാവിന്റെ പുറകിൽ റോമിന്റെ പതാകയുടെ മുകളിൽ തക്ബീറിന്റെ പതാക ഉയരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നുവല്ലോ. കിസ്ര തകർന്നുവല്ലോ, പേർഷ്യയുടെ മുകളിൽ ഇസ്ലാം ചൈത്രയാത്ര നടത്തിയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് റോഹിംഗ്യയിൽ പോയി 10,000 കൊന്നൊടുക്കിയാലും ഇത് അവസാനിക്കാനുള്ളതല്ല. മുസ്ലിം സമൂഹം ഏതെന്നറിയുമോ? ഒരു ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് മറിയമിന്റെ പുത്രൻ ഈസാ നബി വരുന്നവൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത്. ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത്. ഈ സമുദായം എങ്ങനെയാണ് തകർന്നു പോവുക? ആർക്കാണിതിനെ തകർക്കാൻ കഴിയുക? ആർക്കാണിതിനെ നാമാവശേഷമാക്കാൻ കഴിയുക? അന അവ്വലുഹാ വൽ മഹ്ദി വസ്തുഹാ വഈസാ ആഖിറുഹാ. ആരാണ് ഈ സമുദായത്തെ തകർക്കാൻ കഴിയുക? ആദന്നബിയിൽ നിന്ന് ഹിറാഖുകയിൽ നടന്ന് യൂറോപ്പിന്റെ മലമടക്കുകളെയും പരിഷ്കാരികളാക്കി നന്മയുടെ മനുഷ്യത്വത്തിന്റെ വക്താക്കളാക്കി ലോക ചരിത്രത്തിന്റെ മുകളിലൂടെ നടന്നു പോയ ഈ സമുദായത്തെ ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് പടപ്പുറപ്പാട് നാട്ടിയ, ഈ ലോകത്തിന് നാഗരികത പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് നന്മയെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് ശ്ലീലവും അശ്ലീലവും നമ്മിൽ വേർതിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത, മനുഷ്യരാണ് വരുന്ന ലോകത്തോട് പ്രഘോഷണം ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തെ ആരാണ് തകർക്കാൻ കഴിയുക? ആർക്കാണ് തകർക്കാൻ കഴിയുക? അനൗവലുക, ഞാനാണ് ഇതിന്റെ ആദ്യത്തിൽ നിന്നത്. വൽ മഹ്ദി വസ്തുഹാ, മഹ്ദിയാണ് ഇതിന്റെ മധ്യഭാഗത്ത് വന്നത്. വഈസാ ആഖിറുഹാ,
മറിയമിന്റെ പുത്രൻ ഈസയാണ് ഈ സമുദായത്തിന് അവസാനം വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞിട്ടാണ് മുത്ത് മുസ്തഫ പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. വിലപിക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞതാണ്. മ്യാൻമറിന്റെ കൂട്ടക്കുരുതികൾ إلا أن يؤمنوا بالله العزيز الحميد. ഈ തീക്കുന്നാരമുണ്ടാക്കി വലിയ കിടങ്ങ് കുടിച്ച് ആ കിടങ്ങിലേക്ക് റോഹിംഗ്യയിലും മ്യാൻമറിലെ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങളെ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറക് കൊള്ളികളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടർത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ചമാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ? നിങ്ങൾ പിന്തിരിയുന്നുവെന്നല്ല, അഗ്നിനാളങ്ങള് പച്ചമാംസത്തിലേക്ക് പടർന്നു കയറുമ്പോൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് റോഹിംഗ്യ മുസ്ലിമീങ്ങൾ വിട പറഞ്ഞു പോയതെന്ന്. ഓ സമാഇദാത്തിൽ ബുറൂദ് വൽയൗമിൽ മൗഊദ് വസാഹിദിൻ വമശ്ഹൂദ് ഖുതില സഹാബുൽ ഖുദൂബിൻ നാർ അദാത്തിൽ വഖൂദ്. അല്ലാഹു ചോദിക്കുകയാണ്, ഖുതില സഹാബുൽ ഖുദൂബിൻ നാർ വസ്സമാഇദാത്തിൽ ബുറൂദ്. ഈ സൂര്യനെയും അതിന്റെ രാശികളെയും അതിന്റെ നിർണിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയില്ലയോ? തീ കുണ്ടാരത്തിൽ വെച്ച് വിറക് കൊള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഖുതില സഹാബുൽ ഖുദൂദ്. വിറക് കൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ആർക്ക് വേണ്ടിയാണ് ഈ സമുദായത്തെ പറഞ്ഞു തന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ്. ഇന്ന് റോഹിംഗ്യയിൽ വിറക് കൊള്ളികൾ കൂട്ടിവെച്ചിട്ട് നിരപരാധികളെ കുത്തുനീക്കുമ്പോ അല്ലാഹു പറയാണ്, സൂര്യരാശിയെ തന്നെയാണ് സത്യം. ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആശങ്ക വേണ്ട, പിൻവിളിയണ്ട. സത്യം പുലരാനുള്ളതാണ്, അസത്യം തകരാനുള്ളതാണ്. അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന്. ഇന്നൽ ബാതില കാന സഹൂഖാ. ഈ അസത്യം തകരാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മ്യാൻമറിൽ കൊന്നൊടുക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയി ചാത്തിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മറുഭാഗത്ത് വളരുകയാണ്. അല്ലാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം? പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്ന്, ഇനി മുസ്ലിം ആവാൻ പറ്റൂല, ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് തകർക്കട്ടെ. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ 8 പേര് മുസ്ലിമായി. ഒന്നിനെ കൊന്നപ്പോ 8 മടങ്ങായി. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ, ഒരാളെ കൊന്നപ്പോ 8 പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത്. ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ്. അതിനെ മുടിവെക്കാൻ നടക്കാൻ കഴിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ? ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ? അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. ഇതൊരു ഒരു ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പഗണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെയില്ല ഇവിടെയില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ. ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമളാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ. ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രോപ്പഗണ്ടയാണ്. നമ്മളതിന് വീണു പോകരുത്. ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എടുത്ത സമയത്ത് എന്നെ വിളിച്ചു. അവൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, MBA ഒക്കെ പഠിക്കുന്നുണ്ട്, ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്.
എന്നോട് ചോദിച്ചു, ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ജർമ്മനി നിലവിളിക്കാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ അവിടുത്തെ അവസ്ഥകൾ എന്താ, ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? നമുക്കിപ്പോൾ ഏതായാലും അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ. ആ സമയത്ത് ആ കുട്ടി, മലപ്പുറംകാരനായ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദെ ഓരോ ലോഹർ നിസ്കാരം 5 വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ 2-3 പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ ഇമാമിന് വലത്തോട്ട് സലാം വീട്ടി ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി അവിടെ ജോലി എന്താ? ജുമയ്ക്ക് ഇപ്പൊ സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ സഹായിക്കണം. നമ്മുടെ പള്ളിയിലെ ജോലി, ഇമാമിന്റെ ജോലി എന്താ? മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ. നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിലെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്റെ പൊന്നു സമുദായമേ, പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണി വിരിക്കുന്ന ഒരവസ്ഥ. ഓരോ മഹല്ലുകളും തീരുമാനിച്ചത് അവസാനിപ്പിക്കാൻ പറ്റൂലേ? അപ്പൊ കണ്ടത്തറ മഹലിലെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം തൊടുപുഴ കാരാമ്പൂരുകാരനാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. എവിടുന്നോ വന്ന ഒരാള് ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയവിശാലത ഉണ്ടാവും. അതെ, മറ്റേ കാലാമ്പൂർ ഷാഫി, ഇത് കൊല്ലം ഷാഫി പോലെ. ഓക്കെ. അപ്പോ ഈ പറഞ്ഞ ഞാൻ എന്റെ നാട്ടിൽ പ്രസിഡന്റായി, പിന്നെ വൈസ് പ്രസിഡന്റായി, പിന്നെ ഇപ്പൊ എന്താ കാരാളി കോണത്ത് എവിടെയെന്ന് വന്നവരെയൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരു വലിയ വിശാല മനസ്കത വേണ്ടേ? നമ്മുടെ മഹലിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ, ആ മഹലില് സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി, ആ മഹലിലെ കൃത്യമായ കാര്യങ്ങൾ നടക്കും. അവര് കൃത്യമായി സക്കാത്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. ഇത് പറയുന്ന ആർക്ക് ഇഷ്ടമല്ല. ഓരോ മഹലിലെയും സമ്പന്നർ അവിടെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവാൻ. ഇത് നമ്മുടെ ജോലി എന്താ? നമ്മുടെ മഹലിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണി വിരിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കുക. ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ധൂർത്തുകൾ ഒഴിവാക്കുക. ഒരു വീട്ടിലെ കല്യാണത്തിന് നടത്തുന്ന അമിതമായ ധൂർത്തുകൾ, ആ ധൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹല്ല് കമ്മിറ്റികൾ, മഹലിലെ പൊതുപ്രവർത്തകർ, മഹലിലെ സമ്പന്നർ ഇവരേറ്റെടുക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ അതിനെന്താ ആമീൻ പറയാത്തെ? നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അവനവൻ ചെയ്താൽ മതിയല്ലോ. സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ആമീൻ പറയില്ല, കാരണം ഇത് വേറൊരുത്തർ കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാൻ തൗഫീഖ് കിട്ടുന്ന ഒരു തൗഫീഖ് ആർക്കും വേണ്ട. കാരണം എങ്ങനെയുള്ള സ്വീകരിച്ച പോക്കറ്റിലൊക്കെ എടുത്ത് മറ്റൊരുത്തരം കൊടുത്തേണ്ടി വരും. സക്കാത്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്. അത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ്. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. നമസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു, ഒരു സമൂഹത്തിന് എപ്പോഴും 2 ശുദ്ധി ആവശ്യമാണ്. ഒന്ന് സാമ്പത്തിക വിശുദ്ധി, മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി. ഒരു സമൂഹം എന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് 2 ശുദ്ധി ഉണ്ടാവലാണ്. ഒന്ന് സാമ്പത്തിക ശുദ്ധി, ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി. 2 ലൈംഗികമായ ശുദ്ധി. ഈ 2 ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. അത് രണ്ടും എന്ന് നഷ്ടപ്പെടുന്നുവോ അള്ളാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അപ്പൊ ആ മഹല്ല്, ഇപ്പോ കണ്ടച്ചിറ മഹലിൽ 300 വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവർ കൊടുക്കുക. സാധുക്കൾ അതിനുവേണ്ടി സക്കാത്തിനെ കൃത്യമായി വിനിയോഗിക്കുക. അവർ 2 കൂട്ടർ വിചാരിച്ചാൽ ആ മഹല്ല് നന്നായി. ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാൽ ആ മഹല്ല് നന്നായി. അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി നന്നായി. വൈദ്യനും വൈദികനും വാദ്യാര് നന്നായ ലോകം നന്നായി എന്നാണ്. വൈദ്യൻ ഡോക്ടർ, വൈദികൻ ഞാൻ, വാദ്യാർ അധ്യാപകൻ, ഈ 3 പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക. വൈദ്യന്റെ മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക. വൈദികന്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതയ്ക്കും വേണ്ടി എത്തുക. വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക. അതുകൊണ്ട് വരുന്ന രോഗിയെ വൈദ്യൻ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദികൻ നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും അറിവ് തേടി വരുന്നവർക്ക് വാദ്യാർ ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവരെ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള 3 വിഭാഗമാണ്. പ്രശസ്ത സാഹിത്യകാരി ഹെലൻ കെല്ലർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും, എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഹെലൻ കെല്ലറിന്റെ. കെല്ലർ പറയുന്നുണ്ട്, എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, അതെന്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. അതുകൊണ്ട്
നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടല്ല, ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കലാണ് ഒരു മനുഷ്യന്റെ ദൗത്യം. ഇപ്പൊ ഇവിടെ വന്നു, കരണ്ട് പോയി, എല്ലാവരും ഇരുട്ട് വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ള ഒരു മെഴുകുതിരിയോ മൊബൈലിന്റെ ഒരു ടോർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി. അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല. മെഴുകുതിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാനാഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? പേർഷ്യയും കിസ്രയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നമുക്കാരാ ഉള്ളത്? മഹാനായ CH ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. ചൂടുള്ളൂ. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷെ ഉമറുൽ ഫാറൂഖ് ഇല്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട്, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. നമുക്ക് ധാരാളം അലിയുണ്ട്, പക്ഷെ അലി ബിൻ അബി താലിബില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ്. ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ്. ഇപ്പൊ CH പേര് വന്ന പിന്നെ ഇപ്പൊ ഒരു പച്ചരാഷ്ട്രീയമാണെന്ന് കരുതണ്ട. നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ്, ചിന്താഗതി ഭയങ്കര കുടുസ്, ആർക്കും വിശാലതയില്ല. എല്ലാം പണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞ സങ്കല്പം. ഇപ്പൊ തട്ടാനേം തട്ടിക്കളഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ. പണ്ട് പഴപടി പറയുന്നത് ഞാനും ഭാര്യയും എൻ്റെ തട്ടാനും എന്നാണ്. ഇപ്പൊ തട്ടാനേം തട്ടി, ഇപ്പൊ ഞാനും ഭാര്യയും. ഇപ്പൊ ഭാര്യയും വേണ്ട, പോണ വഴിക്ക് വിഷം ഒഴിച്ചു കൊടുക്കും. ഭർത്താവിനെ വേണ്ടി ഇപ്പൊ അവനവൻ മാത്രം സെൽഫിയായി, അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി മാറുകയാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം. അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാകൂല. എന്താ ഇസ്ലാമിന്റെ സത്ത? എന്താ അള്ളാഹു ചോദിച്ചത്? എന്താ നിന്റെ കണ്ണിന്റെ മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയെന്ന് അള്ളാഹു ചോദിച്ചോ? ഇല്ല. നിന്റെ കൈകൾക്ക് ഇത്ര കായിക ബലം ഞാൻ തന്നില്ലേ 4 പേരെ അടിക്കാന്നുള്ള ചോദിച്ചോ? ഇല്ല. അള്ള ചോദിച്ചത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നബിതങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ചത് അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവെ സ്വർണ്ണമല വേണമെന്നല്ല, റബ്ബി ശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി താ അള്ളാഹുവേ എന്നാണ്. നമുക്ക് ഹൃദയ വിശാലതയില്ല. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുന്ന വ്യക്തിപരമായ തേജസ്സും ഓജസ്സും വെളിച്ചവും നമ്മളിൽ ഉണ്ടാവുക. അപ്പൊ സമൂഹത്തിൽ ആ വെളിച്ചമുണ്ടാവും. അനാചാരങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ എന്നതാണ് എന്റെ വിഷയം. അത് പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞത്, ഒരു ഭാഗത്ത് അനാചാരങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും മറുഭാഗത്ത് പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്. നാം എല്ലാത്തിനെയും കണ്ണടച്ച് വിമർശിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് ധാരാളം പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും 3-ലധികം ആളുകൾ കലിമത്ത് ഷഹാദത്ത് സ്വീകരിക്കാനുണ്ട്. അവിടുത്തെ പള്ളിക്കുള്ളിൽ ധാരാളം ലൈബ്രറികൾ. ആ ലൈബ്രറിയിൽ സംശയ നിവാരണം നടത്താനുള്ള പണ്ഡിതന്മാർ 100 കണക്കിന് ആളുകളാണ് ഖുർആനെ കുറിച്ച് പഠിക്കാൻ പള്ളിക്കുള്ളിൽ ലൈബ്രറിയിലെത്തുന്നത്. നമ്മുടെ പള്ളിയുടെ അടുത്ത മൂത്രപ്പുര പോലും ഇതുവരാനായിട്ടില്ല. അവിടെ പള്ളിയുടെ ഉള്ളിൽ ലൈബ്രറികൾ. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ക്രിസ്തീയ സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, വായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയത്തിന്റെ ഉള്ളിൽ അവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഏത് പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്? അവർക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഏത് അറിവിന്റെ വാതായനമാണ് നമ്മുടെ കയ്യിലുള്ളത്? നിർമാതളം പൂത്തപ്പോൾ എന്ന് പറയുന്ന സാഹിത്യം എഴുതിയ 1994 നോബൽ സമ്മാനത്തിന് പേരുഗണിക്കപ്പെട്ട മാധവിക്കുട്ടി കമല സുറിയായപ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ എനിക്ക് ഖുർആനെ പഠിപ്പിച്ചു തന്നില്ല എന്ന്? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് ആരാണ് മറുപടി പറയേണ്ടത്? ആരാണ് മറുപടി പറയേണ്ടത്? അതുകൊണ്ട് നമ്മുടെ പള്ളികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസരങ്ങൾ, ആ പരിസരങ്ങൾ മാതൃകായോഗ്യമായ ഒരു നാഗരിക സമൂഹമാകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പരിവർത്തനം നൽകുകയില്ല.
ഏത് ഫറോവയുടെ കാലഘട്ടത്തിലാണോ, ഫറോവയുടെ വീട്ടിലായിരുന്നുവല്ലോ ഫറോവയുടെ ഭാര്യ സ്വർഗം വാങ്ങിച്ചത്. നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്? കാട് ഇങ്ങനെയായി പോയി, അതിന്റെ കൂടെ ഞാനും ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ല സഹോദരിമാരെ, അങ്ങനെയല്ല. ആരുടെ കൂടെയും ഇറങ്ങിപ്പോകുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ വളർത്തിയ പെൺമക്കൾ, അനാചാരങ്ങൾ അരങ്ങ് തകർക്കുന്നു. മിനിഞ്ഞാന്ന് കോഴിക്കോട് നിന്ന് 2 കുട്ടികൾ, ഒരു അബ്ദുൽ വഹാബും പിന്നെ പെൺകുട്ടിയുടെ പേരെന്ത്, 22 വയസ്സുള്ള അബ്ദുൽ വഹാബും 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മീനാക്ഷി എന്ന പേരും തോന്നുന്നു. 2 പേരും കൂടി വയനാട്ടിലേക്ക് ടൂർ പോയി. പോയ വഴിയിൽ താമരശ്ശേരി അടിവാരത്ത് വെച്ച് ടിപ്പർ ലോറിയുടെ അടിയിൽ ബൈക്ക് പോയി കയറി 2 പേരും മരിച്ചു. 2 പേരുടെയും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. പഠിക്കാൻ വിട്ട അബ്ദുൽ വഹാബിന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല ഒരു പെണ്ണുമായി കറങ്ങാൻ പോയി എന്ന്. കാനറ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മീനാക്ഷിയുടെ പിതാവ് അറിഞ്ഞിട്ടില്ല. രാവിലെ മുത്തം കൊടുത്ത് താൻ പറഞ്ഞു വിട്ട് തന്റെ മോൾ വേറെ ചെറുപ്പക്കാരന്റെ കൂടെ പോയി എന്ന്. 2 പേരും കൂടെ പോയ വഴിയിൽ നഷ്ടപ്പെട്ടു പോയത് ആർക്കാണ്? കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക്. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവർ 2 പേരും മരിച്ചപ്പോ ഫേസ്ബുക്കിൽ പിന്നെ കമന്റ്, അവരെ ജാതി നോക്കിയിട്ടാണ് ദൈവം കൊടുത്ത ശിക്ഷയാണ്. റോഡ് അപകടത്തിൽ പെടുന്ന മരിച്ചു കിടക്കുന്ന 2 പാവപ്പെട്ട മനുഷ്യരെ നോക്കിയിട്ട് ജാതി പറയുന്നു. ദൈവത്തിന്റെ ശിക്ഷ കഥ പറയുന്ന ആളുകളായി നമ്മുടെ മലയാളത്തിന്റെ മനസാക്ഷി മരവിച്ചു പോയി എന്നത് നമ്മെ എല്ലാവരെയും വല്ലാതെ നമ്പരപ്പെടുത്തുന്നുണ്ട്. PV സിന്ധു ബാഡ്മിന്റണിൽ മെഡൽ നേടിയപ്പോ അന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തത്, ഇന്ത്യക്കാർ സെർച്ച് ചെയ്തെന്നറിയോ? സിന്ധുവിന്റെ ജാതി ഏതെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. PV സിന്ധുവിന് ബാഡ്മിന്റണിൽ മെഡൽ കിട്ടിയപ്പോ ആ പെണ്ണിന്റെ ജാതി അന്വേഷിക്കുന്നതിൽ ഗൂഗിളിൽ നിന്ന് 5 ലക്ഷത്തോളം ആളുകളാണ് ആ പെണ്ണിന്റെ ജാതി അന്വേഷിച്ചു പോയത്. ഈ അവസ്ഥയിൽ എല്ലാം ജാതീയമായി വർഗീയമായി കൂട്ടിക്കെട്ടുന്ന ഒരു കിരാത മനസ്സിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റേതാത്ത അടിമയായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ദിവസം അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ചോദ്യം അബൂദറിനേതാണ്, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഒരു അനുയായി വന്നിട്ട് ചോദിക്കുന്നത്, ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ഏതെന്നാണ്. എന്താ കുറുക്കുവഴി? നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സലാത്ത് ഉണ്ടെങ്കിൽ അത് ചൊല്ലിയാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോയി നമ്മൾ സലാത്ത് അന്വേഷിച്ചടക്കാം. നിക്കരിക്കാനും വയ്യ, നോമ്പുടിക്കാനും വയ്യ. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സലാത്തോ ദിക്റോ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് വേണമെങ്കിലും കരസ്ഥമാക്കും. കാരണം എന്താ? ആ സലാത്തില്ല സ്വർഗത്തിൽ പോകും, ആ ദിക്റില്ല സ്വർഗത്തിൽ പോകും. നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, പാവങ്ങളെ സഹായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് നബിയെ, അബൂദർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ഏതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്, അബൂദർ, ഇദാ തബഖതും മിർഖതൻ ഫാക്തിർമാ. അബൂദറേ, ഏത് സമയത്ത് നിന്റെ വീട്ടിൽ നിന്നെ അടുപ്പത്ത് നീ കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിയിൽ നീ ഒരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണേ. എന്നിട്ട് ആ കറി നിന്നെ അയൽപക്കക്കാർക്ക് നീ വിളമ്പി കൊടുക്കണേ. അപ്പോഴാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യത്വമെന്ന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ അയൽപക്കക്കാർക്ക് നിന്റെ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് വിളമ്പി കൊടുക്കണേ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നവരുടെ വിദേശത്തിന്റെ കനലുകൾ മനസ്സിൽ യുഗാന്തരങ്ങളോളം വെച്ച് കിടന്നൊരു സമൂഹത്തിനോടാണ് നമ്മൾ ചോദിക്കും, എന്തിനാണ് കറിയിൽ വെള്ളമൊഴിക്കുന്ന കാര്യം പറയുക? ഈത്തപ്പന മരത്തിന്റെ ഓല കടിച്ചാൽ വർഷങ്ങളോളം മാറിത്തിരിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്തൊരു സമൂഹത്തോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുത്തത്. അബൂദർ, ഇദാ തബഖതും മിർഖതൻ ഫാക്തിർമാ. ഏത് സമയത്ത് നീ കറി വെച്ചാലും ആ സമയത്ത് ആ കറിയിൽ അല്പം വെള്ളം നീ കൂടുതൽ ഒഴിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഭാഗത്തെ കലാപങ്ങളും തലവെട്ടലുകളും കൊലപാതകങ്ങളും ചോരച്ചാലുകളും ഒടുങ്ങി നീങ്ങുമ്പോഴും മറുഭാഗത്ത് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ അനുയായിയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ ഏത് കാര്യകാലം വന്നു നിന്നാലും അവിടേക്ക് ഇസ്ലാമിന്റെ അന്തസത്തയിലൂടെ ജീവിച്ചു പോകാൻ ഏത് അസുരന്മാര് വാണരുളട്ടെ, ഏത് കലികാലങ്ങൾ വന്നു പോകട്ടെ, ഏതൊക്കെ അശ്ലീല അവതാരങ്ങൾ കൺമുമ്പിലൂടെ
നടന്നു പോകട്ടെ. ആ സമയത്തെല്ലാം എനിക്ക് എന്റെ റബ്ബ് പഠിപ്പിച്ചു തന്ന, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളുണ്ട്. ആ പാഠഭാഗങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന് തീരുമാനിക്കാൻ, എന്റെ മനസ്സിനാണ് വെളിച്ചം വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് ശുദ്ധി വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് നന്മ വേണ്ടതെന്ന് പറയാൻ ലോകത്തിന്റെ വക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാനത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഫറോവയുടെ കൊട്ടാരത്തിലല്ലയോ ആസിയ ബീവി ജീവിച്ചിരുന്നത്? ഈ കലികാലത്തിന്റെ നടുവിൽ ഈ അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ, ലോകത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഇടയിൽ അനാചാരങ്ങൾ അകർന്ന് നടത്തു പോകുമ്പോ ഹരിയാനയിൽ ഒരു ആൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തു. 1000 മക്കൾ ആ മനുഷ്യനുണ്ടായിരുന്നെന്ന് പറയുമ്പോ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുപോയി ആത്മീയ ഗുരുവിന്റെ കിടപ്പറയിലേക്ക് ആദ്യം പറഞ്ഞു വിടുന്ന അഭ്യസ്ത വിദ്യരെന്ന് അവകാശപ്പെടുമ്പോഴും ശാസ്ത്രബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മതബോധങ്ങളുമായി നടന്നു പോകുന്ന ഒരു ജനതയുടെ നടുവിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിച്ചത്. ആരാ ഫറോവയാരാ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു ഏകാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു സർവാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. ഫറോവയേക്കാൾ വലിയൊരു സ്വേച്ഛാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് ഏകാധിപത്യത്തിന്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ നിരാശരാകുന്നത്? ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോ നമ്മൾ എന്തിനാണ് നിരാശരാകുന്നത്? ആദ്യമായി ജനാധിപത്യ കശാപ്പ് ചെയ്തവനല്ലയോ ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തിൽ കിടക്കുന്നത്? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. പക്ഷേ ഫറോവയുടെ മൃതദേഹം കാണണമെങ്കിൽ $10 കൊടുക്കണം. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ 2-3 പ്രാവശ്യം ഞാൻ പോയി കണ്ടതാണ്. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 കൊടുത്താൽ മതി. പക്ഷേ ഫറോവയെ കാണണമെങ്കിൽ $10 അവിടെ കൊടുക്കേണ്ടത്. കാരണം ഫറോവ ചില്ലറക്കാരനല്ല. സപ്താത്ഭുതങ്ങളിൽ എണ്ണപ്പെട്ടിരുന്ന ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ പിരമിഡിന്റെ ചരിത്രമെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഏകാധിപത്യത്തിന്റെ ലോകത്തൊരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ്. പിരമിഡിന്റെ ചരിത്രമേതെന്നറിയോ? ഫറോവമാരുടെ മൃതദേഹം കൊണ്ടുപോയി അടക്കപ്പെട്ട ശവക്കല്ലറയാണ് പിരമിഡ്. ആ പിരമിഡിന് ഇത്രയും ഉയരമുണ്ടാവാൻ കാരണം അതിൽ 1000 പേരെ അടക്കപ്പെട്ടതല്ല. ആ കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിമാരുടെ പരിവേരെന്നറിയോ? അവര് മരിക്കാറാകുമ്പോൾ അവര് വിളിച്ചു കൂട്ടിയിട്ട് പറയുമത്രേ, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരണത്തോടടുത്തു കഴിഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് പോയാൽ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെയെന്ന് ഞാൻ വിളിക്കുമ്പോൾ, ആരെവിടെയെന്ന് വിളിക്കുമ്പോൾ അടിയനെന്ന് മറുപടി പറയാൻ എനിക്കൊരു മന്ത്രി വേണ്ടേ, അവിടെ ഇരിക്കാൻ എനിക്കൊരു കസേര വേണ്ടേ, അവിടെ ഇരിക്കാൻ എനിക്കൊരു ചന്ദാമനം വീശാൻ എനിക്ക് സുന്ദരിമാര് വേണ്ടേ. അതുകൊണ്ട് ഈ മന്ത്രിമാരെ കൊല്ലുക, ഈ സുന്ദരിമാരെ കൊല്ലുക, എന്റെ കസേര എടുത്തിട്ട് അവരോടൊപ്പം എന്റെ ശവക്കല്ലറയിൽ അടക്കം ചെയ്യുക. ഞാൻ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് മന്ത്രിമാര് വേണം, എനിക്ക് ലനാമണികളായ ബെഞ്ചാമനം വീശാൻ തോടികൾ വേണം. അതുകൊണ്ട് അവർക്ക് നാളെ പരലോകത്തെ രാജാവായിരിക്കാൻ സമ്പാദ്യങ്ങളും മന്ത്രിമാരും സുന്ദരിമാരെയും ഒക്കെ കൊന്നിട്ടവരുടെ കബറിൽ കുറിച്ചിട്ടത് കൊണ്ടാണ് ഇന്ന് ഈ പിരമിഡുകൾ എത്രത്തോളം ഉയരമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതുപോലൊരു രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു ഭരണാധികാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂസാ നബി ചെന്നിട്ട് പറഞ്ഞു ഫറോവയോട്, ഫറോവ, ആ സമയത്ത് ഫറോവ ചോദിച്ചു, മൂസ ഖാല ഫിർഔന വമാ റബ്ബുൽ ആലമീൻ, ഫറോവ മൂസ നീ പറയുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ആരാ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞ മറുപടി, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ച എന്റെ അല്ലാഹ്. ഈ കാണുന്ന മൂസയെ സൃഷ്ടിച്ച അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹയെ പരിചയപ്പെടുത്തിയത് വാളുകൊണ്ടല്ല, ആയുധം കൊണ്ടല്ല. ഫറോവയോടും അല്ലാഹനെ കുറിച്ച് മൂസാ നബി പറഞ്ഞത് അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവന്. ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ 3 ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിച്ചം കാണിച്ച എന്റെ അല്ലാഹ്. യഖ്ലുഖുകും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്. ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് ഖുർആൻ
പറഞ്ഞത് 3 ഇരുട്ടറക്കുള്ളിലാണ് ഗർഭാശയത്തിൽ നിന്നെ ഞാൻ കിടത്തിയിരുന്നത്. ഡോക്ടർ സലീം സാഹിബ് അടക്കമുള്ള വിശ്വകരന്മാരെ സർജറി ചെയ്തവരുമുണ്ടല്ലോ. ചോദിച്ചു നോക്കൂ, ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ആ ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാല് തന്ന, എനിക്ക് കൈകൾ തന്ന, എനിക്ക് നാസാരങ്ങൾ തന്ന, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയത്തെ തന്ന, ആ ഹൃദയത്തിന്റെ മുകളിൽ എല്ലുകളെ കൊണ്ട് മൂടുന്ന ഒരു നെഞ്ചിനെ തന്ന, എനിക്ക് ശ്വസിക്കാനും ഉച്ഛസിക്കാനും കഴിവ് തന്ന, കാണാൻ എനിക്ക് കണ്ണുകൾ തന്ന, എനിക്ക് കാണാൻ കണ്ണുകൾ തന്ന എന്റെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയാൽ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഈ 2 കണ്ണുകളുണ്ടല്ലോ. ചാൾസ് ഡാർവിൻ പോലും കുരങ്ങിൽ നിന്ന് പരിണാമം ഉണ്ടായപ്പോഴാണ് മനുഷ്യരുണ്ടായതെന്ന തിയറി വെച്ച ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച മനുഷ്യന്റെ അവയവമാണ് കണ്ണ്. ഡാർവിനെ ഈ കണ്ണെങ്ങനെ രൂപാന്തരപ്പെട്ടെന്ന് ചോദിച്ചപ്പോ പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി എന്ന പുസ്തകം ഇറക്കിയ ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച കണ്ണ്. ഈ കണ്ണിനെ നിങ്ങളൊരു ക്യാമറയായിട്ട് കണക്കാക്കിയാൽ ഈ ക്യാമറയുടെ വലിപ്പം എത്രയെന്ന് നിങ്ങൾക്കറിയോ? ഐഫോൺ ആപ്പിൾ കമ്പനി നിർമ്മിച്ച ഐഫോൺ 7 ക്യാമറയുടെ മെഗാപിക്സൽ 12 മെഗാപിക്സലാ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ക്യാമറയുള്ളത്. മനുഷ്യൻ നിർമ്മിച്ച ഫോണിലുള്ള ക്യാമറ 12 മെഗാപിക്സലാണെങ്കിൽ എന്റെ പൊന്നുമോനെ, എന്റെ നിങ്ങളുടെ ഈ കണ്ണിലിരിക്കുന്ന ഈ ക്യാമറയെ, ഈ കണ്ണിനെ ഒരു ക്യാമറയായി പരിഗണിച്ചാൽ ഇതിന്റെ മെഗാപിക്സൽ 600 മെഗാപിക്സൽ വലിപ്പമുണ്ട്. എന്ത് എല്ലാ ചിത്രങ്ങളെയും കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന വർണ്ണങ്ങളെ കണക്കാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ കളറുകൾ 3 എങ്കിലും അതുമായി ഒളിച്ച് കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിച്ച എന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിനേക്ക് തന്ന അല്ലാഹ്, എന്റെ ചെവിയിലേക്ക് തന്ന അല്ലാഹ്, എന്റെ തലയിലെ തലയോട്ടിയെ തന്ന അല്ലാഹ്. ഒരു കുഞ്ഞു വെളിയിലേക്ക് വരും, ആ സമയത്ത് ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് ആ കുഞ്ഞിന്റെ എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആകുമെങ്കിലും അതിന്റെ തലയിലെ എല്ലുകൾ ജോയിന്റ് ആവുകയില്ല. ആ എല്ലുകൾ ചുരുങ്ങി ഒന്ന് മുകളിലേക്ക് കയറി ഇരുന്നിട്ടാണ് കുട്ടി വെളിയിലേക്ക് വരിക. ആ കുട്ടി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ തലച്ചോറ് വളർന്ന് വികാസം പ്രാപിക്കുന്നത് വരെ കുട്ടിയുടെ തലയോട്ടിയുടെ എല്ലുകൾ തമ്മിൽ രൂപാന്തരപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മ റബ്ബിനെ പരിചയപ്പെടുത്തുകയാ. ഇത് പൈങ്കിളി സീരിയലിന്റെ കഥയല്ല, ഇത് ഗ്ലിസറിൻ തേച്ച നടനം നടത്തിയ പെണ്ണിന്റെ കഥയല്ല, ഇതെന്നെ പിടച്ച റബ്ബിന്റെ കഥയാ. ആ കുഞ്ഞങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അതിന്റെ എല്ലുകളും വളരാതിരുന്ന ആ കുഞ്ഞിന്റെ തലച്ചോറിന് വികാസം ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറ് വളർന്ന് പൂർത്തിയായി കഴിഞ്ഞാലേ എല്ലുകൾ പിന്നെയോ ജോയിന്റ് ആവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന് തലച്ചോറ് വികാസം പ്രാപിക്കുമ്പോ ആ സമയത്ത് തലച്ചോറ് ഭാഗമാകുന്നതിനനുസരിച്ച് നിന്റെ എല്ലുകളെ കൂട്ടിയോജിപ്പിക്കാതെ നിന്റെ സൗകര്യാർത്ഥം എനിക്ക് തന്ന അല്ലാഹ്, ഒരു മിനിറ്റിൽ 22 പ്രാവശ്യം എന്റെ ഹൃദയത്തെ ജോലി ചെയ്യിപ്പിച്ച എന്റെ അല്ലാഹ്. മൂസാ നബിയുടെ പ്രസംഗമാണിത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രസംഗമാണ്. ഫറോവ ഞാനാണ് അല്ല എന്ന് പറഞ്ഞ ഫറോവയുടെ മുമ്പിൽ മൂസാ നബി നടത്ത പ്രസംഗത്തെ സൂറത്ത് ശൂറായിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഫറോവയെ പരിചയപ്പെട്ടോ നിങ്ങൾ? വെറുതെ ഒരു പൈങ്കിളി വകല് പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ കബറും കഫന്നുണിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കരയിപ്പിക്കാൻ പറ്റേ. സമകാലീന ലോകത്ത് അല്ലാഹു ആരെന്നറിയണ്ടേ? അല്ലദീ ഖലഖനി. ഫിറഔൻ ചോദിച്ചു, മൂസ ആരാണ്? വമാ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ നീ പറയുന്ന അല്ലാഹ് ആരാ? അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ പറയാണ് മൂസാ നബി. ഖുർആൻ ചോദിച്ചില്ലേ, വയസ്ലുബുഹുമുദ്ദുബാബു ശൈആ, ഒരു ഈച്ചയുടെ ചിറകിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഗുർപ്രീത് സിംഗിനോട്, മനുഷ്യാവതാരങ്ങളോട് അന്ധവിശ്വാസങ്ങൾ, ഒരു ഈച്ചയുടെ ചിറകിനെ. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി സത്യസായി ബാബ. അവിടെ പോയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്തത് ശൂന്യതയിൽ നിന്നൊരു വാച്ച് എടുത്തിട്ട് HMDയുടെ വാച്ച് എടുത്ത കയ്യിൽ കൊടുത്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം, നിങ്ങൾ ഈ HMDയുടെ വാച്ച് അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വാച്ച് ശൂന്യതയിൽ നിന്ന് എടുത്ത് തന്നൂടായിരുന്നു എന്നാണ് നെഹ്റു ചോദിച്ചത്. നെഹ്റു എന്നിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും ഭക്ഷ്യക്ഷാമത്തിലാണ്, പട്ടിണി പടർന്നു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ശൂന്യതയിൽ നിന്ന് വാച്ച് തരാതെ 10 ഗോതമ്പ് ചാക്ക് തന്നിരുന്നെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി മാറ്റാൻ
അറിയാമായിരുന്നു എന്ന് ചോദിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 60 ആണ്ട് കടന്നപ്പോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ തന്റെ മുമ്പിലേക്ക് സിദ്ധികൾ കാണിച്ചവനോട് തന്മയത്വത്തോടെ ക്രാന്ത ദാർശനികതയോടെ ഗോതമ്പ് ചാക്ക് തരുമോ എന്ന് ചോദിച്ച പ്രധാനമന്ത്രിയിൽ നിന്ന് 60 വർഷം ഇന്ത്യ പിന്നിട്ടപ്പോ പരിപൂർണ നഗ്നായി നിൽക്കുന്നവന്റെ മുമ്പിൽ പാദസേവ ചെയ്യുന്നിടത്തേക്ക് പ്രധാനമന്ത്രി മാറിയെന്നിടത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വികാസത്തെ നാം വരച്ചു കാണിക്കുന്നത്. പറയുന്നതിൽ മോശം തോന്നരുത്. ജവഹർലാൽ നെഹ്റു ബക്രാനങ്കൽ അണക്കെട്ടുണ്ടാക്കിയ ജവഹർലാൽ നെഹ്റു, മോനെ നമ്മൾ മരിച്ചു പോകും, നമ്മൾ ചെയ്ത സേവനമേ നിലനിൽക്കൂ. നെഹ്റുവിന്റെ കോട്ടിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. നെഹ്റു മരിച്ചു, കോട്ട് നുരുമ്പിപ്പോയി, ആ റോസാപ്പൂവിന്റെ ഇതിലും മണ്ണിലോട്ട് ചേർന്നു. പക്ഷേ നെഹ്റു നിർമ്മിച്ച ബക്രാനങ്കൽ അണക്കെട്ട് ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലമീൻ സാധു സംഘടന സമിതിയുടെ പ്രവർത്തകരോട്, നമ്മൾ മരിക്കും, പക്ഷെ നമ്മൾ ചെയ്തത് ഒരിക്കലും ലോകത്ത് മരിക്കില്ല. കർമ്മങ്ങൾക്ക് മരണമില്ല, മനുഷ്യനാണ് മരണമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞത് അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹ്. സൃഷ്ടിക്ക് നിങ്ങൾ ഒരു ഈച്ചയുടെ ചിറക് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയോ? 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കൊടുത്താൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാമെന്നാണ് CM ജോഡ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ ഇത്ര അസംസ്കൃത വസ്തുക്കൾ മതി. ഡോക്ടർ കീരിപ്പുണ്ടല്ലോ, ചോദിച്ചോ, ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് കീറി മുറിച്ചാൽ എന്താ ഉള്ളത്? സലീം ഡോക്ടർ കുറെ സർജറി നടത്തിയിട്ടുണ്ടാവില്ല, എന്താ ഉള്ളതൊന്നുമില്ല. ഈ തൊലിപ്പുറത്തിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ തൊലിയുടെ നിറം തന്നെ മെലനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ മാറ്റക്കുറച്ചിലാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. യൂറോപ്യനായ ഡോക്ടർ സോമർവെൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നത് കറുകറുത്ത തടിച്ചൊരു തമിഴന്റെ കറുകറുത്ത കരിവീട്ടി പോലെയുള്ള ആ ശരീരം കൊണ്ടുവന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി യൂറോപ്യനായ വെളുത്തവനായ ഡോക്ടർ സോമർവെല്ല് കീറാൻ വേണ്ടി കത്രിക വെച്ചപ്പോൾ അദ്ദേഹത്തിന് കൈവറച്ചു. ദൈവമേ, ഞാൻ യൂറോപ്പിലെ ധാരാളം വെളുവെളുത്തവന്റെ ശരീരം കീറിയിട്ടുണ്ട്, അവരുടെ ശരീരം കീറിയപ്പോ കണ്ട അതേ വ്യവസ്ഥ തന്നെ ആവോ ഈ കറുകറുത്ത കരിവീട്ടി പോലെയുള്ള തമിഴന്റെ ശരീരം കീറിയാലും? ആ മനുഷ്യൻ ആ കറുകറുത്ത കരിവീട്ടി പോലെ കിടക്കുന്ന തമിഴന്റെ ശരീരം കീറി. അദ്ദേഹം നോക്കിയപ്പോ വെളുത്തവന്റെ ശരീരത്തിൽ യൂറോപ്പിൽ കണ്ട അതേ നാഡീവ്യവസ്ഥ, അതേ രക്തചംക്രമണം, അതേ ഹൃദയത്തിന്റെ സ്ഥാനം, അതേ അവയവങ്ങൾ. ഡോക്ടർ സോമർവെൽ അറിയാതെ പറഞ്ഞു പോയി, ദൈവമേ, നിന്റെ ഈ സൃഷ്ടിപ്പിനെ ഞാൻ വല്ലാതെ വാഴ്ത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെയാണ്, തൊലിയുടെ വെളുപ്പും കറുപ്പും മാത്രം, അതിനപ്പുറത്തേക്ക് എല്ലാവരും പോലെയാണ്. ഈ ഇരിക്കുന്ന ഒരാളുടെ, പിന്നെ ഇരിക്കുന്നതിലെങ്ങാനും വൈകുന്നേരം ഇച്ചിരി പറക്കത്തിന് വേണ്ടി അടിക്കുന്നവരുണ്ടെങ്കിൽ കരളിച്ചിരി പോയിട്ടുണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ ഒരേപോലെയാണ്, ഒരേ വ്യവസ്ഥകൾ. അത് കണ്ട് സഹോദരങ്ങളെ, തർക്ക വിതർക്കങ്ങളിലല്ല, ഏകനായ അള്ളാഹുവിലേക്ക് എത്തുന്ന ഗവേഷണത്തെ പഠിപ്പിക്കും. അള്ളാഹുവിലേക്ക് എത്തുന്ന ഗവേഷണങ്ങൾ, ആ ഗവേഷണങ്ങളാണ് ഇവർ. ഒന്നുമില്ല. ലോകത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചെറിയാനാണ്, നസ്രാണി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചെറിയാൻ ക്രിസ്ത്യാനിയാണ്. ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയം എടുത്തു വെച്ചു. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയമാണ് ഹിന്ദുവിന്റെ ശരീരം, ഇത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞില്ല. ഇത് ഹിന്ദുവിന്റെ ശരീരമാണ്, മുസ്ലിമിന്റെ ഹൃദയം, ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യൂലാന്ന് തീരുമാനിച്ചില്ല. എന്നാൽ രണ്ടും കൂടി ഇത് വെച്ചത് ഒരു നസ്രാണി ആയതുകൊണ്ട് ഞങ്ങൾ ഇത് ജോയിന്റ് ആകുന്ന അവരും തീരുമാനിച്ചില്ല. എന്തിനാണ് മനുഷ്യരെ വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ ഒരച്ഛൻ അമ്മയ്ക്ക് പിറന്ന് നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ആ തറവാട്ടിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതിനപ്പുറം ജാതിയുടെ, വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഉള്ളിൽ കിടക്കുന്നവരാണ് മൂസാ നബി പറഞ്ഞത്, അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചതിന്റെ അള്ളയാണ്. 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലെ ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും 9 സാധനം കൂട്ടിക്കൊച്ചാൽ ശരീരമായി. മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും മതി. പെണ്ണുങ്ങൾ വിചാരിക്കണ്ട, ഇത് കൈരളിയിലെ കുക്കറി ഷോ അല്ല. ആവാം, ഏത് മെഡിക്കൽ സയൻസിനും കഴിയും. പക്ഷേ
പക്ഷേ ഇതിനപ്പുറം അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ഈ കാണുന്ന അസംസ്കൃത പദാർത്ഥങ്ങളെല്ലാം രൂപീകരിച്ച് പത്തിയാറൻ വെള്ളമേട് ബാർ സോപ്പുകൾ കുടിപ്പിക്കാനുള്ള കൊടുപ്പും കാർബണുകളും മഗ്നീഷ്യമിട്ട് കൂട്ടിച്ചെത്തിട്ട് നീര് മനുഷ്യനുണ്ടാക്കിയാൽ കൈകളുള്ള കാലുകളുള്ള ചെവിയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ ആ കണ്ണുകളൊന്ന് ചലിക്കാൻ, അതിന്റെ പീലികളൊന്ന് വളരാൻ, ആ തലയിലെ തലമുടിയൊന്ന് വളരാൻ, നിന്റെ കയ്യിലെ നഖമൊന്ന് വളരാൻ, അതിന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ കൊടുക്കണ്ടേ? ആരാണ് ആത്മാവിനെ കൊടുക്കുന്നത്? വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബി ആത്മാവിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ എന്റെ രക്ഷിതാവിനല്ലാതെ ഒരാൾക്ക് റൂഹിനെ കൊടുക്കാൻ പറയിൽ കഴിയില്ലെന്ന് പറഞ്ഞു കൊടുക്കും നബിയെ. ഇതുകൊണ്ടാണ് മൂസാ നബി പറഞ്ഞത് അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. വീണ്ടും ഫറോവ ചോദിച്ചു, ഞാൻ ഫറോവയെ പരിചയപ്പെടുത്തുകയാണ്. വീണ്ടും ഫറോവ ചോദിച്ചു, മൂസ ആരാണ് നിന്നെ അല്ല എന്ന് ചോദിച്ചപ്പോ അല്ലദീ യുനസ്സിലുൽ ഗൈസ, അവനാണ് ആകാശത്ത് നിന്നും മഴയുണ്ടാക്കി തന്നവൻ, അവനാണ് ആകാശത്ത് നിന്നും മഴ വർഷിപ്പിച്ചവൻ. ഇത് പറഞ്ഞപ്പോ സൃഷ്ടാവെന്ന് പറഞ്ഞപ്പോ ഫിറോ മിണ്ടിയില്ല. വല്ലദീ ഹുവ യുത്തീമുനി, അവനാണ് എനിക്ക് ഭക്ഷണം എന്ന് മിണ്ടിയില്ല. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന അള്ളയാന്ന് പറഞ്ഞപ്പോ ഫിറൗൻ എന്ന ഏകാധിപതി ചാടി എഴുന്നേറ്റില്ല. മുഅ്മിനീങ്ങളെ പൊട്ടിച്ചിരിച്ചിട്ട് ഫിറൗൻ പറഞ്ഞു, മൂസ അപ്പൊ നിന്റെ അള്ളാഹ്ക്ക് മേലെയാണ് ഞാൻ. കാരണം നിന്റെ അള്ളാഹ്ക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? മഴത്തുള്ളി വന്ന് വീഴണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ, ഞാനാണ് ഈജിപ്തിന്റെ അധികാരി. വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ നീര് പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിൽക്കാൻ പറഞ്ഞാൽ ഫറോവ നിൽക്കാൻ പറഞ്ഞാൽ നീൽ അവിടെ തന്നെ നിൽക്കും മൂസ എന്ന് പറഞ്ഞ ഏകാധിപതിയാണ് ഫറോവ. എന്നുള്ള ഏകാധിപതികൾ ഫറോവയുടെ പതിപ്പുകൾ മാത്രമാണ്. നീ എന്തിനു പേടിക്കണം മനുഷ്യ? ഇതൊക്കെ താണ്ടിട്ടാണ് ഇസ്ലാം ഇങ്ങോട്ട് വന്നത്. നിനക്കെന്തിനാ നിരാശ? നീ ഇറച്ചി തിന്നണ്ടെന്നല്ല, നീ ബീഫ് തിന്നണ്ടെന്നല്ല, നീ മഴ തന്നെ മഴവെള്ളം തന്നെ കുടിക്കണ്ട, ഇതെന്റേതാണ്. ബീഫ് തിന്നണമെന്ന് നമുക്ക് നിർബന്ധമില്ലുണ്ടോ? നിർബന്ധമില്ല. എന്തിന്? ബീഫ് പശുവിന്റെ ഇറച്ചി തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടുത്തെ നിർബന്ധമുണ്ടോ? എന്ത് സ്ഥലത്തിന് വരുന്നത്? പശുവിനെ തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? പിന്നെ എന്തിനാ കൊലാകലം? പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല. അൽബാനുൽ ബക്കരി ശിഫാഉൻ, പശുവിന്റെ പാലിൽ ഔഷധ ഗുണമുണ്ട്. വലഹുമുഹാ ദാഉൻ, അതിന്റെ ഇറച്ചി രോഗമുണ്ടാക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തിയ പ്രവാചകൻ. അൽബാനുൽ ബക്കരി ഷിഫാഉൻ, പശുവിന്റെ പാല് കുടിച്ചാൽ ഔഷധ ഗുണമുണ്ട്. വലഹുമുഹാ ദാഇൻ, അതിലെ ഇറച്ചി തിന്നാൽ രോഗമുണ്ട്. പക്ഷേ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്, രണ്ടാമത്തെ സൂറത്തിന്റെ പേര് പശു എന്നാണ്, ബക്കറ. ഇബ്രാഹിം നബി പശുവിനെ അറുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫജാഅ ബിഇജ്ലിൻ സമീൻ, അറുത്തു. പശുവിന്റെ ഇറച്ചി തിന്നണമെന്ന് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കണ്ട. പക്ഷേ ഭരണഘടനാപരമായി ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോഴാണ് പ്രതിഷേധം. നമ്മൾ പ്രതിഷേധിക്കുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോഴാണ്. അല്ല, നമുക്ക് പശുവിറച്ചി തിന്നാനുള്ള കൊതി കൊണ്ടല്ലാതെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. പശുവിറച്ചി തിന്നാൻ കൊതിയില്ല, പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഒരു പൗരൻ എന്ന രീതിയിൽ, ഇന്ത്യയിൽ ജനിച്ചൊരു പൗരൻ എന്ന രീതിയിൽ അവകാശപ്പെട്ട് തന്നെയാണ്. അതിനെതിരെയാണ് പ്രതിഷേധ സമരം. ഫറോവ ചോദിച്ചത് മുസ്ലിമായതിന്റെ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് അധികം ദൂരമില്ല. നമ്മുടെ അക്ഷരങ്ങളെ ഇരുട്ടിന്റെ വക്താക്കൾ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് മിനിങ്ങാന്ന് ബാംഗ്ലൂരിൽ ഒരു പാവപ്പെട്ട എഴുത്തിലൂടെ ഫാസിസത്തിനെ നിലനിന്ന ഒരു പെണ്ണിനെ വെടിവെച്ച് തന്നത്. കൽബുർഗിയെ കൊന്നത് എന്തിനാണ്? കൽബുർഗിയെ കൊന്നത് കൽബുർഗി ഒന്നും പറഞ്ഞില്ല. കൽബുർഗി പറഞ്ഞത് രാമന് സീതയെ വനവാസത്തിന് വിട്ടിട്ട് നേരെ പോയത് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ്. രാമനും വാൽമീകിയും ഒരേ കാലക്കാരായിട്ട് പോലും വാൽമീകി രാമനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല എന്ന് എഴുതിയത് കൊണ്ടാണ് കൽബുർഗിയെ ഒരു കൊന്നത്. എന്തിനാണ്? ആശയ സംവാദത്തെ എന്തിനു നാം ഭയപ്പെടണം? ആശയം എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോഴാണ് ആയുധം എടുക്കുക. പ്രത്യേകിച്ച് എപ്പോ ആശയത്തിന് ദാരിദ്ര്യമുണ്ടോ അപ്പോഴാണ് ആയുധം എടുക്കേണ്ടി വരിക. ആശയത്തിന് ദാരിദ്ര്യമില്ലെങ്കിൽ ആയുധം എടുക്കേണ്ടി വരില്ല. സംവാദങ്ങൾ എപ്പോഴും നല്ലതാവാം. ആണെന്നും പറയാം, അല്ലെന്നും പറയാം. പരസ്പരം അങ്ങോട്ടും എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാകണമെന്നില്ല. ഇപ്പൊ ഞാൻ അയ്യൂബ് മൗലവിയും തമ്മിൽ എത്ര കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും? ഇല്ലേ?
നിങ്ങളുടെ ചില വാദങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്, എന്റെ ചില വാദങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട്, എന്റെ ചില നിലപാടുകൾക്ക് ഷാഫി മൗലവിയോട് എതിർപ്പുണ്ട്. പക്ഷെ ഇത് പരസ്പരം കൊല്ലാനല്ല, പരസ്പരം സംവദിക്കാനാണ്, സ്നേഹ സംവാദത്തിനാണ്. എതിർപ്പുകൾ നിലനില്ലതോടുകൂടെ തന്നെ സംവദിക്കാനാണ്. ആ സംവാദത്തിന് മനസ്സിലാത്തവർ അസഹിഷ്ണുക്കളാണ്, സഹിഷ്ണുതയില്ലാത്തവരാണ്. അള്ളാഹു ബോധം തരട്ടെ. അമീബറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ട് നിപ്പായിരിക്കണത്? അള്ളാഹു ബോധം തരട്ടെ. ചുമ്മാ കബറുങ്ങപ്പെന്നു പറഞ്ഞിട്ട് പോയാൽ പോരാ. ഒരു സമൂഹത്തിന്റെ സമകാലീന ചിന്തകളെ പ്രബോധകന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഫിറഔൻ പറഞ്ഞു, നിന്റെ അള്ളാഹ്ക്കും മേലെയാണ് ഞാൻ. മഴ വർഷിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ, ഈ ഭൂമി എന്റേതാണ്, മിസ്ർ എന്റേതാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, വഹാദിഹിൽ അൻഹാറു എന്നോട് ചോദിച്ചിട്ടാണ് ഈ നൈല് തന്നെ ഒഴുകുന്നത് എന്ന് പറഞ്ഞ ആളാണ് ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ മലന്ന് കിടപ്പുണ്ട്. നാഷണൽ മ്യൂസിയം മുഴുവൻ കാണാൻ $2 മതി. ഞാൻ 2 പ്രാവശ്യം പോയത്. ഈ മഹാനവറുകളെ കാണണമെങ്കിലോ ബഹുമാനപ്പെട്ടവരെ കാണണമെങ്കിൽ $10 കൊടുക്കണം. അങ്ങനെ അമ്മാതിരി കിടപ്പല്ലേ കിടക്കണത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പുറകെ വരുന്ന ഏകാധിപതികൾക്ക് മനസ്സിലാവാൻ എവിടെ പോട്ടെവിടെ. മനുഷ്യന്റെ ശിരസറ്റ കബന്ധങ്ങൾ കണ്ട് ജനാധിപത്യത്തെ കൊല ചെയ്ത പോട്ടെവിടെ പോയി? മുസോളിനി എവിടെ പോയി? മിലാൻ പാലത്തിന്റെ കൽത്തുറുങ്ങുകളിൽ അനുയായികൾ തന്നെയല്ലേ മുസോളിനിയെ തൂക്കിക്കൊന്നത്? ചെഷസ്കി എവിടെ പോയി? പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരിൽ അനുയായികളാണ് കല്ലെറിഞ്ഞു കൊന്നത്. ഏകാധിപതികൾ ആരും ലോകത്ത് നല്ല രീതിയിൽ ജനങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം. മൂസായോട് പറഞ്ഞ് നീട്ടുന്നില്ല. മൂസ, ഇസ്ലാമിന്റെ എല്ലാ സൗന്ദര്യമുള്ള ഇബാദത്തുകളാണ്. നിസ്കാരം നീട്ടാൻ പാടില്ല. ഇസ്ലാമിനൊരു സൗന്ദര്യമുണ്ട്. ഒരാൾ ഒരു ഇമാമ് കയറുന്നു, അതേ സുബൈക്ക് വേണ്ടി വന്ന ആളുകൾ നീട്ടങ്ങൾ കുറവ് പാടില്ല. ഇസ്ലാം ആത്മീയമായ ഒരു ഭൗതിക പ്രസ്ഥാനമല്ല ഇത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു സൗന്ദര്യമാണ്. നിസ്കാരത്തിൽ പിറകിലുള്ള വൃദ്ധന്മാരെ പരിഗണിക്കണം, കുട്ടികളെ പരിഗണിക്കണം. വളരെ നീട്ടി നിവർത്തി നിങ്ങൾ ഓതാൻ പാടില്ല. അതേപോലെ ദുആ ചെയ്യുമ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ചെയ്യാവോ, അതിനപ്പുറത്തോട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വെറുതെ അനാവശ്യമായി ഒരു പ്രകടനപരത അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടുമായിരുന്നില്ല. പ്രസംഗം അങ്ങനെയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ പ്രസംഗിച്ചോളാൻ പറയാം, അത് വേറെ കാര്യം. ആ സമയത്താണ് ഫറോവ ചോദിച്ചത്, മൂസ ഏതുവരെ പോയി ഫറോവ? ഇത് ഞാൻ പറയുന്നത് എന്നെ കേൾക്കാനത്തെ സഹോദരിമാർക്ക് വേണ്ടിയാണ്. വാക്കും ഇവിടെ വന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. അവസാനം ഈ ഫറോവ എന്ത് ചെയ്തെന്നറിയോ? അള്ളാന്റെ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. വഖാല ഫിർഔന യാ ഹമാനു ബിനി ലീ ശർഹാ ലഅല്ലി യബ്ലുഗുൽ അസ്ബാബ്. തന്നെ മന്ത്രിയായ ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞ, ഹാമാനെ യാ ഹമാനു ബിനി ലീ ശർഹാ, ഹാമാനെ നീ ഒരു വലിയ ഗോപുരം പണിയുക. മൂസ പറഞ്ഞത് എന്റെ റബ്ബുൽ ആലമീനായ അല്ലാഹു ആകാശത്തിലാണെന്നല്ലേ. ഉന്നതമായൊരു ഗോപുരം പണിത് മന്ത്രിയായ ഹാമാന് ആ ഗോപുരത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിനെ കൊല്ലാൻ അമ്പുമായി പാഞ്ഞു കയറിയില്ല ഫറോവ. ഇതൊന്നും കെട്ടുകഥയല്ല, ഇതൊന്നും ഖുർആൻ പറഞ്ഞ കഥകളാണ്. ഖുർആൻ ചരിത്രം പറയുന്നത് രസിക്കാനല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടിയാണ്. ജനസഹസ്രങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഗോപുരത്തിന്റെ മുകളിൽ കയറി മേലോട്ട് അമ്പെയ്ത് പോയി ഫറോവ. ഏകനായ അള്ളാഹുവിനെ കൊല്ലാൻ അള്ളാഹു എന്ത് ചെയ്തെന്നറിയോ? പടച്ചതമ്പുരാൻ എങ്ങനെയാണ് ജിബ്രീലിനോട് പറഞ്ഞു, അമ്പ് പിടിച്ചെടുത്തിട്ട് ആടിന്റെ രക്തം അതിന്റെ അഗ്രഭാഗത്ത് പുരട്ടി താഴോട്ടിട്ട് കൊടുക്കുക. ജിബ്രീൽ പിടിച്ചു, ആടിന്റെ രക്തം പുരട്ടി താഴോട്ടിട്ട് കൊടുത്തു. ഫറോവ കാത്തു നിൽക്കുമ്പോ അള്ളാനെ കൊല്ലാൻ ചെയ്ത അമ്പതാ രക്തം പുരണ്ട് താഴോട്ട് വരുന്നു. അത്യുച്ചത്തിലല്ലോ ഫറോവ പൊട്ടിച്ചിരിച്ച് പറഞ്ഞത്, ഖതൽതു റബ്ബി മൂസ, ഖതൽതു റബ്ബി മൂസ. ഞാൻ മൂസായെ അള്ളാനെ കൊന്നു. ഇനി ആരും ഭയക്കണ്ട. മഴ വർഷിപ്പിക്കുന്ന ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന മൂസായുടെ റബ്ബിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴാണ് പറഞ്ഞത്, അന റബ്ബുകുമുൽ അഅ്ലാ. ഇനി
ഇനി ഞാനാണ് അല്ലാഹ്, ഈ ഭൂമി ലോകത്തിന് ഒരൊറ്റ റബ്ബേയുള്ളത് ഞാനാണെന്ന് പറഞ്ഞ ഫറോവ സഹോദരങ്ങളെ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാവുമ്പോ ഉപ്പുവെള്ളം വന്ന് അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഇതേ ഫറോവ പറഞ്ഞതെന്താ? ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹനെ ഞാനും വിശ്വസിക്കുകയാ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് റബ്ബിനെ വിളിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ എന്റെ ഈ പ്രിയപ്പെട്ട കണ്ടച്ചിറയിൽ എന്റെ പ്രസംഗൽ കാലത്തവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അള്ളയാണെന്ന് വാദിച്ചെന്ന് മാത്രമല്ല, അള്ളാനെ കൊല്ലാൻ ഗോപുരം പണിത് അമ്പെയ്ത ഭർത്താവിന്റെ ഭാര്യയായിട്ടാണ് ബഹുമാനപ്പെട്ട ആസിയാ ബീവി അതേ ഭർത്താവിന്റെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരുന്നത്. ആ വീടിന്റെ ഉള്ളിൽ ഫറോവ എന്ന് പറയുന്നത് എന്റെ ഭർത്താവാരാ, അള്ളാഹുവിനെ ഇല്ല എന്ന് പറയുന്നവൻ അവിടെ ജീവിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ആസിയ ബിന്തു മസാഹിം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ സ്വർഗ്ഗം വാങ്ങിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അനാചാരങ്ങൾ അകന്നു തകർക്കുമ്പോ സ്ത്രീകൾ മുഴുവനും ജീവിതത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളില്ലാതെ പാഞ്ഞു പോകുമ്പോ നിയന്ത്രണം വേണമെന്ന് പറയുന്നവന് പുരോഗമനവാദി അല്ലെന്ന് പറഞ്ഞ് കല്ലെറിയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ എന്നുള്ളൂ, പെണ്ണേ നിന്റെ ജീവിതത്തിന്റെ ചാരിത്രത്തെ സൂക്ഷിക്കല് നിന്റെ കടമയാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഐശ്വര്യവും അത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്റ്റോപ്പുകളിൽ കാമുകന്മാരെ കണ്ണിറുക്കുമ്പോ മറുഭാഗത്ത് ഫോൺ സെക്സുകൾ നിന്നെ വലക്കുമ്പോ ഗൾഫിലുള്ള ഭർത്താവിന്റെ അഭാവം നിന്റെ ജീവിതത്തെ വഴിതെറ്റിക്കാൻ സാഹചര്യമുണ്ടാകുമ്പോ കോടതി വരാന്തകളിൽ എത്രയോ നന്മകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. കാമുകന്റെ കൂടെ കോടതിയിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ട് സാരിത്തുമ്പിൽ പിടിച്ചു വലിക്കുന്ന 1.5 വയസ്സുകാരിയെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ കടന്നു പോകുന്ന ശപിക്കപ്പെട്ട മാതൃത്വത്തെ കാണുമ്പോ തലശ്ശേരി കോടതിയിൽ നിന്ന് ഇറങ്ങി വരവേ 18 വർഷത്തോളം നിന്റെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ചു പൊന്നുമോയോ, ഇത്രയും നാള് ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ടു വളർത്തിയ പൊന്നുമോയോ. ഒരു മക്കളെപ്പോഴും പിതാവിന് വലിയ ശ്രേഷ്ഠമാണല്ലോ, അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ. കബീർ ബാക്കവിക്കും ഹൃദയത്തിൽ ഏറ്റുമിട്ട മക്കളോടാണ്, ഷാഫി മൗലവിക്കും മക്കളോടാണ്, ഡോക്ടറിനും മക്കളോടാണ്. ബഹുമാന പേര് വലിയ സമ്പന്നനാവട്ടെ. ഞാൻ കേരളത്തിലെ മലയാളികളെ ഏറ്റവും ധനികനായ ബഹുമാനനായ ഡോക്ടർ M.A. യൂസുഫ് അലി സാഹിബ് അല്ലാഹു അദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ഞാനും എന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ അബുദാബിയിലെ വസതിയിലിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ബാക്കവി പോവുകയാണ്, ബഹ്റൈൻ പ്രിൻസുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, പോവുകയാണ്. പോകാനിറങ്ങുമ്പോ ഇളയ മകളുടെ പൊന്നുമോള് നടന്നു വന്നു. കെട്ടിപ്പിടിച്ചിട്ട് ആ പൊന്നുമോളുടെ വയറ്റില് ഉപ്പാപ്പാടെ പൊന്നുമോളിങ് വന്നേന്ന് പറഞ്ഞിട്ട് M.A. യൂസുഫ് അലി സാഹിബ് അതിലേക്ക് മുത്തം വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ ഓത്തുപോയി. അല്ലാഹുവേ, എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും M.A. യൂസുഫ് അലി സാഹിബ് ആണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ 5 മൂടില് ടെലിഫോണിന്റെ കേബിൾ എടുക്കാൻ വേണ്ടി കുടിക്കാൻ വരുന്ന തമിഴത്ത് പെണ്ണുങ്ങളില്ലേ, കൊച്ചുമക്കളെ മരക്കൊമ്പിൽ സാരിത്തുമ്പിൽ കെട്ടിയിട്ട് ഒരു തൊട്ടിലുണ്ടാക്കി കിടത്തിറക്കിയിട്ട് ടെലിഫോണിന്റെ കേബിൾ കുടിക്കുമ്പോ ഉറക്കത്തിൽ കുഞ്ഞു കരയുമ്പോ ഓടിച്ചെന്ന സാരിയിൽ കെട്ടിയിരിക്കുന്ന കുഞ്ഞിനെ മാറോടെടുത്ത് ചേർത്ത് പിടിക്കുന്ന ടെലിഫോൺ കേബിൾ എടുക്കാൻ വേണ്ടി വന്ന തമിഴത്ത് പെണ്ണിനും M.A. യൂസുഫ് അലി സാഹിബിനും ഒക്കെ മക്കളോടുള്ള സ്നേഹം ഒരേപോലെയാണ്. തലശ്ശേരി കോടതിയിൽ നിന്ന് ഇതേപോലെ മുത്തം കൊടുത്തു പറ്റിയ പുന്നുമോ വേറൊരുത്തിന്റെ കയ്യിൽ പിടിച്ചിറങ്ങുമ്പോ റാഹി റാഹി പൊന്നുമോളെ റാഹി എന്ന് നിലവിളിച്ചുകൊണ്ട് ഉപ്പ പാഞ്ഞു പോകുമ്പോ ആ നിലവിളികൾ ലോകത്തുനിന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫറോവയുടെ കാലം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. പണ്ട് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടാൻ അവസരങ്ങളില്ല. ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഫോൺ കോളുകളുണ്ട്. ഈ ലോകത്ത് എങ്ങനെയൊക്കെ ആയി പോകുന്നു എന്ന് ന്യായം പറയുമ്പോ പെങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയാ ബീവി ജീവിച്ചത്. ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ അവസാന ഫറോവ വന്നിട്ട് പറഞ്ഞു, ഏ ആസിയ പറയും ഞാനാണ് അല്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്നെ സൃഷ്ടിച്ച റബ്ബിനാണ് സുജൂദ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആസിയ കോപാക്രാന്തനായി ഭർത്താവ് കുന്തമെടുത്തിട്ട് സ്ഥാനത്തിലേക്ക് കുത്തിയിറക്കുമ്പോ വേദന കൊണ്ട് പ്രളയവേ രക്തം തടമ്പല്ലാത്തിടുകവേ ആസിയ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി അഭിനവകാല ലോകത്തിലെ റോൾ മോഡല് ഫറോവയുടെ കൊട്ടാരത്തിലെ പത്നിയായി ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരാളില്ല. ആസിയ ബീവി പറഞ്ഞ മറുപടി അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നാളെ പരലോകത്ത് വരുമ്പോ
സ്വർഗത്തിന്റെ ഒരു വീട് എനിക്ക് മതി, ഈ മരണവേദന എനിക്ക് പ്രശ്നമല്ലെന്ന് മരണവേദനയിൽ പിടയുമ്പോൾ പറഞ്ഞു പോയ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു തീരേണ്ട നാമസംഭവങ്ങളെ ആകാശലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. സ്വർഗത്തിലേക്ക് എത്താൻ പോകുന്ന മണിമാളിക മരണസമയത്ത് കണ്ടിട്ടാണ് ആസിയ ബീവി ലോകത്ത് വിട പറഞ്ഞു പോയത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്ത് നിലയ്ക്കാതിരിക്കട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ അഭിനിവേശമാവട്ടെ. ഇതൊക്കെ ലോകത്തോട് ഈ വൃത്താന്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാരാ? ആസയുടെ കഥ, മറിയമിന്റെ കഥ, ഈസാ നബിയുടെ കഥ, മൂസാ പ്രവാചകന്റെ കഥ, ചെങ്കടൽ പിളർന്നു പോയ കഥ, മണ്ണും സെൽവയും ഇറങ്ങിയ കഥ, ഒട്ടകം കരിങ്കല്ല് ഒട്ടകത്തെ പ്രസവിപ്പിച്ച കഥ. ഇതൊക്കെ നമുക്ക് ഈ ലോകത്തോട് ഒരു യുക്തിവാദത്തിനിട നൽകാറ് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തോടെ നമുക്ക് പറഞ്ഞു തന്നതാരാ? അത് ഹിറാ ഗുഹയിൽ വന്ന വെളിച്ചമല്ലയോ? കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി ദാരേ ഹിറാ മേ, കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി ദാരേ ഹിറാ മേ. ചിലപ്പോൾ ഈ പ്രവാചകൻ സംസാരിച്ചത് ഹിറാ ഗുഹയിലിരുന്ന്, ചിലപ്പോൾ ആയിഷയുടെ മടിയിലിരുന്ന്, ചിലപ്പോൾ സഫാ മലയുടെ മുകളിലിരുന്ന്, ചിലപ്പോൾ ബദറിന്റെ വായ്പോരിന്റെ ഇടയിൽ നിന്ന് ലോകത്തോട് സുവിശേഷത്തിന്റെ വർത്തമാനങ്ങളുടെ വൃത്താന്തങ്ങൾ ഇത്തകിത്യമായി പറഞ്ഞ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സവ്വജനി റബ്ബി ബിഇസ്നി. നാളെ സ്വർഗത്തിലെ രണ്ടുപേരെ അല്ലാഹു എനിക്ക് വിവാഹം ചെയ്തു തരും. ഒന്നാരെ എന്നറിയുമോ? ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ, ഒന്ന് ഇമ്രാന്റെ മകളായ മറിയമിനെയാണ് നാളെ സ്വർഗത്തിൽ എന്റെ ഭാര്യയായി രണ്ടാമത് വരുന്നത് ആസിയ ബിന്ത് മസാഹിം. ആസിയ ബിന്ത് മസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. ഇവര് രണ്ടുപേരും നാളെ സ്വർഗത്തിൽ എന്റെ പത്നിമാരാണെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ എന്ത് നേടി? ലോകത്തിന്റെ ഈ തിരുത്തലുകൾക്കെതിരെ അശ്ലീലത്തിന്റെ നടുവിൽ ശ്ലീലത്തെ തിരിച്ചറിഞ്ഞു നിന്നപ്പോ മുത്ത് റസൂലിന്റെ ഭാര്യയായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫറോവയുടെ ഭാര്യയായിട്ട് പോലും ആസിയ ബീവിയെ ഫറോവ കൈകൊണ്ട് സ്പർശിച്ചിട്ട് പോലുമില്ല. അല്ലാഹു അവസരം കൊടുത്തില്ല. മുത്ത് റസൂലിന്റെ ഭാര്യ വേണ്ടതാണ്, അതുകൊണ്ട് ഫറോവയ്ക്ക് തൊടാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മറിയം ബിനത്ത് ഇമ്രാൻ, അതോടൊപ്പം തന്നെ ആസിയ ബിന്ത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. അതുകൊണ്ട് സഹോദരി, ജീവിതം ഒരല്പം മാത്രമേ ഉള്ളൂ. ആ അല്പമുള്ള ജീവിതത്തിൽ ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുക, ജീവിക്കുന്നിടത്തോളം കാലം നല്ലവനായി ജീവിക്കുക, അവസാനം മരിക്കുമ്പോൾ നല്ലവനായി മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതം ശുഷ്കമാണ്. ഈ ജീവിതം 50 60 വയസ്സ് മാത്രം. ഇപ്പൊ അത്രയും പോലും പോയില്ല. എന്റെ സമൂഹത്തിന്റെ കാലാവധി 60 70 വയസ്സ് മാത്രമാണ്. പരമാവധി അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് തീരും. പരമാവധി അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് തീരും. ഈ 60 70 വയസ്സിന്റെ ജീവിതം അത് നൈമിഷികമായ ജീവിതം. മണ്ണിൽ നമ്മൾ ജീവിതമോ പൂക്കളെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ ജീവിതം പൂക്കളെ പോലെയാണ്. അങ്ങോട്ട് പോയപ്പം വിടർന്നു നിന്നതാണ്, തിരിച്ചു വന്നപ്പോൾ വല്ലാതെ വാടിക്കൂമ്പിക്കിടക്കുകയാണ്. വിടർന്നു നിന്ന എത്രയെത്ര ആളുകൾ ഇന്നും തമിഴ്നാട്ടിലെ മധുരയിലെ ദേശീയപാതയിൽ നമ്മുടെ വെളിപ്പാടകരയുള്ള 4 പേര് മരണപ്പെട്ടു പോയത്രേ. അവരെത്രയോ ചിരിച്ചുല്ലസിച്ചവര് വാഹനത്തിൽ പോയവരാണ്. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് സ്വദേശികളായ ഒരു ഉമ്മയും 2 ചെറുപ്പക്കാരികളും ഒരു ചെറുപ്പക്കാരനുമാണ് ഇന്ന് മധുരയുടെ ദേശീയപാതയിൽ ഇഹലോകവാസം വിടിഞ്ഞത്. അള്ളാഹുരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ജീവിതം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി സൗന്ദര്യമുള്ള ജീവിതമാവുക, സുഗന്ധമുള്ള ജീവിതം. നമ്മിൽ നിന്ന് സുഗന്ധമുണ്ടാവും. ആസിയയെ പോലെ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് കാലം ഇങ്ങനെയാണ്, കോലം ഇങ്ങനെയാണ്. അബൂജഹലും കൂട്ടരും പറഞ്ഞു, ഞങ്ങളെ നശിപ്പിച്ചത് ഞങ്ങളുടെ കാലമാണെന്ന് പറയാൻ കുട്ടികളെ നിർവാഹില്ല. ചെറുപ്പക്കാരോട് നന്നായിട്ട് പറയാൻ, ഇങ്ങോട്ട് നോക്കൂ കുട്ടികളെ,
അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ 21-ാം നൂറ്റാണ്ടിൽ വിവരസാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകളൊക്കെ ലോകം സ്വായത്തമാക്കി. എന്റെ അള്ളാഹു ഇപ്പോ ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കാൻ. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ അലമാരയിലേക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 8ാം വാള്യം ഒന്ന് വായിക്കണമെങ്കിൽ ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നഖത്തിന്റെ 4 വലിപ്പം പോലും ഇല്ലാത്തൊരു ചിപ്പിന് മുമ്പിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ ഒതുങ്ങി നിൽക്കുന്ന കാലം. ആ കാലത്ത് പണ്ട് പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കണ പേരെന്താണ്, എത്രയുണ്ട് വിദ്യാഭ്യാസം, അപ്പായും ഉമ്മയൊക്കെ തീനുള്ളവരാണോ എന്നാണ്. ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ വന്ന ചെറുപ്പക്കാർ വീട്ടിൽ വന്ന പെണ്ണ് വരുന്നതിന് മുമ്പ് ആദ്യം നോക്കണം ഇവിടെ 3G ഉണ്ടോന്നാണ്. 3G ഇല്ലാത്ത സ്ഥലത്താണ് പെണ്ണ് വേണ്ട. ഇത് ഞാൻ വെറുതെ പറയണല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ വെറുതെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നണ്ട? ഇല്ല. 3Gയും 4G ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് പെണ്ണ് വേണ്ട. പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ ആദ്യം വിചാരിക്കണത് ആദ്യ രാത്രി ഏതായാലും പെണ്ണിന്റെ വീട്ടിലല്ലേ. നമ്മുടെ നാട്ടിലെ നാട്ടെടുപ്പ് പ്രകാരം ഒരു ദിവസം പോലും 3G ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം നമ്മെ പിടിച്ചു മുറുക്കി. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും തന്നെ ഇറങ്ങിയാൽ ആദ്യം നോക്കണം നെറ്റിന്റെ കവറേജ് ഉണ്ടോന്നാണ്. അല്ലേ? മയ്യത്തടക്കാൻ സ്ഥലം കിട്ടുമോ നോക്കിയിട്ടില്ല. ഇവിടെ നിന്ന് മരിച്ച പടച്ചോനെ മയ്യത്തടക്കാൻ സ്ഥലം ഉണ്ടോന്നല്ല ആദ്യം നമ്മൾ നോക്കണതാണ്. ആദ്യം നമ്മൾ നോക്കണ നെറ്റിന് കവറേജ് ഉണ്ടോ ഇല്ല. എന്നാ ഇവിടെ 3G ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഞാൻ പോണം. എല്ലാരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പരിശുദ്ധ മാലാഖയായിട്ടല്ലേ ഈ പറയണത്. നമ്മുടെ നിസ്കാരം തന്നെ പോക്കാൻ എനിക്ക് തോന്നാറുണ്ട് ദജ്ജാൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. കാരണം നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്തിട്ട് ഹുശുവോടെ നമ്മൾ പോയാൽ ആദ്യം നമ്മൾ ഇടുന്ന പരിപാടി എന്താ? എല്ലായിടത്തും മൊബൈൽ സൈലന്റ് ആക്കുക. സൈലന്റ് ആക്കിയിട്ട് ഒരു കഥയില്ല, സ്വിച്ച് ഓഫ് ആക്കണം. നിസ്കാര സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം, സൈലന്റ് ആക്കിയിട്ട് കാര്യം ഇല്ല. കാരണം എന്താ? ഈ സാധനം കൊണ്ടുപോയി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ആദ്യം കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടിടും. അപ്പുറത്തും 4 പേരുണ്ടാവും, ഇപ്പുറത്തും 4 പേരുണ്ടാവും. ഫാത്തിഹയൊക്കെ നേരെ റുക്കുവിൽ പോകുമ്പോൾ പെണ്ണുപിള്ള വിളിക്കും ഇങ്ങോട്ട്, ഭാര്യ മൊബൈലോട്ട് വിളിക്കും. അപ്പൊ അതിന്റെ ഡിസ്പ്ലേ തെളിയും. ആ ഡിസ്പ്ലേയിൽ ഭാര്യയുടെ ഫോട്ടോ ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാവും. ഒന്നി അവനവന്റെ ഭാര്യ അല്ലെ ലോകംകാരന്റെ ഭാര്യ, ആരെങ്കിലും ഒരു ഭാര്യയുടെ ഇത്രയും ഉണ്ടാവും. അടുത്ത് നിൽക്കുന്ന ആൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. റുക്കുവിലേക്ക് പോയ ഒരാളെ ശ്രദ്ധ അങ്ങോട്ടാ വരിക. അപ്പൊ നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ തന്നെയാണെന്ന് ഇരിക്കട്ടെ, അവളൊന്ന് കോള് വിളിച്ചാൽ വേറൊരു കോള് വന്നാൽ ആദ്യം ഡിസ്പ്ലേ തെളിയുന്ന ആരുടെ ഫോട്ടോയാ? നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ. നമ്മളിപ്പോ കണ്ട് കൊതി വരുന്നു പലാമുസിബത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവിടെ വന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കണ്ട. എന്നാലും അടുത്തിരിക്കണോ നോക്കൂലോ, അപ്പുറത്തേക്കണോ നോക്കൂലോ. പടത്തോര ഉസ്താദ് ഇനിയിപ്പം നേരിട്ട് ഇനിയിപ്പോ മൊബൈലിൽ നോക്കാനോന്ന് പറഞ്ഞാൽ അപ്പുറത്തോ നോക്കൂലോ, അവനെ നിസ്കാരം പോയില്ലേ. അപ്പൊ ആളുകൾ നോക്കുമ്പോ ഇത് ഓഫ് ആക്കാനുള്ള നമ്മുടെ തത്രപ്പാട് പോയില്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ, നമ്മുടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിന് അഡിക്റ്റായി എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ ഡോക്ടർമാർ മുമ്പിൽ വരുമ്പോൾ പറയും പുക വലിക്കരുത് എന്ന് പറഞ്ഞാലും അവൻ പിന്നെയും പുക വലിച്ചാൽ മരിക്കൂ എന്ന് പറഞ്ഞാലും വലിച്ചതിന്റെ അർത്ഥം എന്താ? ഹാബിറ്റ് അവന് മാറ്റാൻ പറ്റൂല എന്നാണ്. അവൻ അതിന് അടിമയായി കഴിഞ്ഞു, നമ്മൾ ഇതിന് അടിമയായി കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ആദ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എടുത്തു നോക്കണം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെന്നാണ്. എന്റെ പൊന്ന്, ഞാൻ ഈ പറഞ്ഞതിന് കുറ്റമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ശീലങ്ങൾക്ക് ഓരോ കാലം കഴിയും തോറും നമ്മൾ ഓരോ ശീലങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഒന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു. നമ്മുടെ ശീലങ്ങൾ, പണ്ട് വീട്ടിലൊരു കല്യാണം ഉറപ്പിച്ചാൽ അന്ന് കുടുംബ ബന്ധമുണ്ട്. തലേ ദിവസം എല്ലാവരും നമ്മുടെ വീട്ടിൽ വരും. എല്ലാവരും പെണ്ണുങ്ങളെല്ലാം കൂടെ പച്ചക്കറി അരിയും, ആണുങ്ങളെല്ലാം കൂടെ മുറ്റത്ത് ഒരു പന്തലൊക്കെ കെട്ടിയിട്ട് ആ മുറ്റത്തിരുന്ന് ഒരു വർത്താനം പറയും. ഒരു കല്യാണം നടന്നാൽ അതൊരു കുടുംബ ബന്ധം ചേർക്കലാണ്. ഇപ്പോഴോ കത്തുകൊണ്ടേ കൊടുക്കും, സമയം ഓഡിറ്റോറിയത്തിൽ വരും, നിക്ക കഴിഞ്ഞ് എല്ലാവരും അവരവരെ വഴിക്ക് പോയി. ഒരു കുടുംബ ബന്ധം ചേർക്കലില്ല. കല്യാണം എന്നത് ഒരു കുടുംബ ബന്ധമായിരുന്നു. ഇന്ന് ഓഡിറ്റോറിയത്തിൽ കല്യാണം. എല്ലാവരും തിരക്കുകളായി വീട്ടുമുറ്റത്ത് നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണം മാറിയപ്പോ പണ്ട് വീടിന്റെ മുറ്റത്തൊരു വലിയ വരാന്ത ഉണ്ടായിരുന്നു വൈകുന്നേരം ഇരിക്കാൻ. ആ വരാന്തകളില്ല. ഇന്നിപ്പോ വരാന്തയൊക്കെ ഗ്രില്ലിട്ട് നമ്മൾ അടച്ചു. അത് വരാന്തയാണെന്ന് അറിയണം. നമ്മളോട് വരാന്താന്ന് എഴുതി വെക്കണം. അത് മുമ്പിൽ കൂടെ പോകണമെന്ന് വായിച്ചാൽ വരണ്ടാന്നേ വായിക്കും. വരാന്തെന്ന് എഴുതിയാൽ തന്നെ വായിക്കണവൻ എന്താ വരണ്ടാന്നേ വായിക്കുള്ളൂ. അതുകൊണ്ട് അവൻ അങ്ങോട്ടും കയറൂല. ഇമ്മാതിരി ഞാൻ ചിരിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ചില ശീലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ അകറ്റി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പണ്ട് റാഫിയുടെ പാട്ടുണ്ട്. എന്റെ മുഴുവൻ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. മഴവെള്ളം തിമിർത്ത് പായുമ്പോ പുഴയുടെ പക്കത്തുള്ള പാടത്തുകൂടി മീൻ പിടിച്ച് നടന്ന ആ മഴവെള്ള പാച്ചിൽ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കി നടന്ന എന്റെ ബാല്യകാലം എനിക്ക് തിരിച്ചു തരുമെന്ന് മുഹമ്മദ് റഫി പണ്ട് പാടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ബാല്യകാലങ്ങളില്ല.
ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഉള്ളത്? ഞാൻ വെറുതെ പറയല്ല, എന്റെ കാലത്തെ നിങ്ങൾ കുറ്റം പറഞ്ഞില്ല. ഈ കാലം വലിയ മോശമാണ്. ഇന്ന് നമ്മുടെ പഠിക്കുന്ന കുട്ടികളോ രാവിലെ ഉമ്മായും ബാപ്പായും കൂടെ കൊണ്ടുപോയി സർവ്വസാധനവും കെട്ടിക്കൊടുത്ത് യൂണിഫോമും കെട്ടി വണ്ടി വരുന്നു, അവർ പോകുന്നു, സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിൽ വരുന്നു, അവർക്കൊന്നുമില്ല. നമുക്കോ പുസ്തകങ്ങൾ അടുക്കി പിടിച്ച് നമ്മുടെ ബാല്യകാലം എത്ര സുന്ദരമായിരുന്നു. കൂട്ടുകാരത്തോട് LP സ്കൂളിലും UP സ്കൂളിലും 2 കിലോമീറ്റർ നടന്നു പോയ കാലം, പോകുന്ന വഴിയിൽ ഇന്നലത്തെ വീട്ടിലെ കഥ പറഞ്ഞ കാലം, പോകുന്ന വഴിയിൽ മഷിത്തണ്ട് ഒടിച്ചെടുത്തിട്ട് ആ മഷിത്തണ്ട് കൊണ്ട് സ്ട്രൈറ്റ് മായിച്ച കാലം, പോകുന്ന വഴിയിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കി ആ നമ്പർ കളിച്ചിരുന്ന കാലം, പോകുന്ന വഴിയിൽ അല്പനേരം കിട്ടുമ്പോ അയലോക്കത്തെ തൊടിയിലെ മാവിൽ മാങ്ങ എറിഞ്ഞ് ഉടമസ്ഥൻ ഓടി വരുമ്പോ പുസ്തകവും പൊക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ബാല്യകാലം. ആ ബാല്യകാലം ഇന്നില്ല. വൈകുന്നേരം തിരിച്ചു വരുമ്പോ മക്കളോട് ചോദിക്കും, മക്കളെ എന്താണ്? ഞങ്ങൾ വീഡിയോ ഗെയിം കളിച്ചു. അവര് ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ വിരൽ കൊണ്ട് ആട്ടിക്കളിച്ചു എന്നല്ലാതെ ഒരു കളിയുടെ കബഡി അവർ കളിച്ചിട്ടില്ല. മഴ പെയ്ത പാടങ്ങളിൽ അവർ ഫുട്ബോൾ കളിച്ച് ചെളിയിൽ പെരണ്ട് ഉരണ്ടിട്ടില്ല. എന്റെ നാട് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ്. ഞാൻ ഇതെല്ലാം കളിച്ച ആളാണ്. പുഴയുടെ അറ്റത്താണ് എന്റെ വീട്. രാവിലെ പുഴയിൽ നിന്ന് ഓടിപ്പോണ വഴിയിലാണ് തുണി റോഡി ഉരിഞ്ഞിട്ടിട്ട് പുഴയിലോട്ട് ചാടുക. എന്റെ കുട്ടിക്കാലത്ത്. ഇപ്പോഴെന്റെ വീട് പുഴയുടെ തൊട്ടുപുറകിലാണ്. വീട്ടിൽ നിന്നൊരു 10 മീറ്റർ ദൂരമുള്ളൂ പുഴയിലേക്ക്. പുഴ താഴ്ന്നു കിടക്കാണ് വീട് പൊന്തിരിക്കാൻ. നമ്മുടെ കുട്ടികൾ വെറുതെ ഗെയിം കളിച്ചു. പക്ഷെ നമ്മുടെ ഒരു സുഖം അവരുണ്ടാക്കിയിട്ടുണ്ടോ? വൈകുന്നേരം ആ കവുങ്ങന്റെ പാളയെടുത്ത് താഴെയിട്ട് അതിനകത്ത് കയറി 4 പേര് വലിക്കും, 2 പേര് അതുമേ ഇരിക്കും. റോട്ടിൽ കൂടെ വലിച്ച് കുറെ പോയി കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയടക്കം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ഒരു പഴയ ബാല്യകാലമില്ല. അവർക്ക് കൂട്ടുബന്ധങ്ങളില്ല. അടുത്തിരിക്കുന്ന കൂട്ടുകാരെ അറിയില്ല. ഏതുവരെ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇന്ത്യയിൽ ബോംബെ നഗരത്തിലെ സമ്പന്നര് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ മകൻ അമ്മയെ കാണുന്നില്ല. ഒരമ്മ മരിച്ചിട്ട് 3.5 മാസമായി. വിളിച്ചിട്ട് എടുക്കാതെ മകൻ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോ, അവധിക്ക് വന്ന മകൻ വാതിൽ തുറന്ന് നോക്കുമ്പോ മകൻ വിദേശത്താണ്. അമ്മ കസേരയിൽ മരിച്ചിരിക്കുന്നു. 3.5 മാസമായി അമ്മ മരിച്ചിട്ട്. എപ്പോഴാ സംഭവം? ഓഗസ്റ്റിൽ പോലീസുകാർ മോനോട് ചോദിച്ചു, അമ്മ എന്നാണ് ഏറ്റവും അവസാനമായി വിളിച്ചത്? കഴിഞ്ഞ ഏപ്രിൽ 20-ന്. കഴിഞ്ഞ ഏപ്രിൽ 20-ന്. എന്താ ഈ ലോകം നേടിയത്? അമ്മയെ മകൻ അവസാനം വിളിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 20-ന്. അവസാനം 4 മാസം കഴിഞ്ഞ് വരുമ്പോ അമ്മ മരിച്ചിരുന്നിട്ട് ഏത് അമ്മ? അമ്മ എന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മ എന്ന 2 അക്ഷരത്തിലാണ് ഈ ലോകമെന്ന് പറഞ്ഞ് നിന്നെ താരാട്ട് പാട്ട് മുടക്കിയ ഉമ്മ, നിനക്ക് ജീവിതത്തിൽ സാന്ത്വനം പറഞ്ഞു തന്ന അമ്മ, നീ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറായ ഉമ്മ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ എഞ്ചിനീയർ എന്റെ ഉമ്മയാണ്. കളിപ്പാട്ടം കൊണ്ട് മുറ്റത്ത് കളിക്കുമ്പോ കളിപ്പാട്ടം കയ്യിൽ നിന്ന് വീണ് താഴെ ചിതറി. ആ കളിപ്പാട്ടത്തിന്റെ മുമ്പിലിരുന്ന് കരയുമ്പോ ഓടി വന്നിട്ട് എന്റെ കളിപ്പാട്ടം എടുത്ത് പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലാക്കി എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന എന്റെ ഉമ്മയെക്കാൾ വലിയൊരു എഞ്ചിനീയറെ ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ ഡോക്ടർ, ഇപ്പോൾ സലീം ഡോക്ടറെ ഇവിടെ ആദരിച്ചു, പക്ഷേ ഞാൻ കണ്ട ഏറ്റവും വലിയ ഡോക്ടർ എന്റെ ഉമ്മയാണ്. കളിമുറ്റത്തൂടെ ഓടി നടക്കുമ്പോ കല്ലില് തട്ടി കമിഴ്ന്ന് വീണ് കാൽമുട്ടിൽ വല്ലാതെ രക്തം കിനിയുമ്പോ കരച്ചിൽ കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന് പച്ചില പറിച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് അതിലേക്ക് തന്റെ സ്നേഹത്തിന്റെ ഉമിനീരും ചേർത്ത് വെച്ച് മോനെ എന്ന് പറഞ്ഞ് തടുകി തലോടി എന്റെ കാൽമുട്ടിൽ ചേർത്ത് വെച്ച് തന്ന എന്റെ ഉമ്മയെക്കാൾ വലിയ ഡോക്ടറെ ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ അഡ്വക്കേറ്റ്, ഏറ്റവും വലിയ വക്കീൽ എന്റെ ഉമ്മയാണ്. വാപ്പ ഒരു കോടതിയാണ്. ചൂരിലും വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ച് ഇടത്തെ കയ്യിൽ വാപ്പാടെ ബലിട്ടമായ കയ്യിൽ കിടന്ന് പിടയുമ്പോ എവിടെ പോയടാ? എന്തിനു താമസിച്ചു? ആര് പറഞ്ഞു എന്ന് വാപ്പ എന്ന് പറയുന്ന മഹാകോടതി ചൂരലും കയ്യിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോ അവസാനത്തെ പ്രതീക്ഷ പോലെ അടുക്കളയിലേക്ക് നോക്കി ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ഉപ്പായോട് വാദിച്ച് തർക്കിച്ച് ജയിച്ച് ഉപ്പാന്റെ ചൂരലടിയിൽ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മോചിപ്പിച്ചു കൊണ്ടുപോയ ഉമ്മയെക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാണ് കുട്ടികളെ നിങ്ങളുടെ ഉമ്മമാര് വൃദ്ധസദനത്തിലായത്? ശരിയാണ്. അനാഥാലയങ്ങളിൽ മുഴുവനും പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ, വൃദ്ധസദനത്തിൽ മുഴുവനും സമ്പന്നരുടെ മാതാപിതാക്കൾ. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അനാഥാലയം മുഴുവൻ പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ, വൃദ്ധസദനങ്ങൾ മുഴുവനും സമ്പന്നരായ ആളുകളുടെ മാതാപിതാക്കൾ. വെളിപ്പാടകരെ അടൂർ നഗരത്തിൽ രാവിലെ 8 മണിക്കൊരു അമ്മ കടത്തിണ്ണയിൽ വിറങ്ങലിച്ച് കിടന്നു. പോലീസുകാർ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി. അമ്മയ്ക്ക് 8 മക്കളാണ്. 8 മക്കളെയും വിളിച്ചു വരുത്തി. ഒരാൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണത്തെ ജോലി. ഏത് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം പഠിച്ചെന്ന് എനിക്കറിയില്ല. A+C² എന്താ അതിന്റെ പേര്? പഠിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല.
A plus b the whole square equal to a square plus b square plus 2ab എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമവാക്യങ്ങൾ പഠിക്കുമ്പോ 8 മക്കളും പറഞ്ഞ അമ്മേ ഞങ്ങൾക്ക് വേണ്ട. ചോദിച്ചു എസ് ഐ, അമ്മേ നിങ്ങൾ ഈ മക്കളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അമ്മ പറഞ്ഞ മറുപടി ഉണ്ട്, സാറേ ഞാനൊരൊറ്റ തെറ്റേ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. 8 പ്രാവശ്യം മരണസമാനമായ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ മക്കളെ പ്രസവിച്ചപ്പോ. 8 പ്രാവശ്യം ഇവരെ പ്രസവിപ്പിച്ചപ്പോ. ഇതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ലെന്ന് മലയാളത്തിന് അമ്മ വിളിച്ചു പറയുമ്പോ ഞാൻ ചോദിക്കുന്നു, ഈ പുരോഗമിച്ച ലോകം എന്താണ് നേടിയെടുത്തത്? മനുഷ്യത്വം തിരിച്ചറിയാത്ത, പെറ്റമ്മയെ തിരിച്ചറിയാത്ത മോനെ, നിന്റെ വാപ്പ ഇന്ന് നീ രാവിലെ ഇറങ്ങുമ്പോ നിന്റെ വാപ്പ ഇരുന്ന് ശ്വാസം ഇങ്ങനെ ആസ്മ പോലെ വലിച്ചു വിടുന്നുവെങ്കിൽ അത് നിന്നെ വളർത്താൻ വേണ്ടി വാപ്പ ചുമന്ന ചുമടിന്റെ വലിപ്പം കൊണ്ടാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ്. വാപ്പ എത്ര വയസ്സനായാലും, ഉമ്മ എത്ര വയസ്സായാലും അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാരണം അവര് ജീവിച്ചിരുന്നാലേ നമ്മളെ മകനെന്ന് വിളിക്കാൻ ഒരാളുണ്ടാവും. വൈകുന്നേരം കയറി പോകുമ്പോ കാലച്ച കേൾക്കുമ്പോ കട്ടിലി കിടന്നോണ്ട് മക്കളെ എന്റെ മോൻ വന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഉപ്പക്കും ഉമ്മക്കും ജീവൻ ഉണ്ടാവണം. അവര് മരിച്ചാൽ പിന്നെ നമ്മൾ മോനെ എന്ന് വിളിക്കാൻ ഒരാളുണ്ടാവില്ല. ഉപ്പാന്ന് വിളിക്കാൻ മക്കളുണ്ട്, സ്നേഹത്തോടെ വിളിക്കാൻ ഭാര്യയുണ്ട്, ജ്യേഷ്ഠ എന്ന് വിളിക്കാൻ കൂടപ്പുറപ്പുകളുണ്ട്. പക്ഷേ വൈകുന്നേരം ഡ്യൂട്ടിയും കഴിഞ്ഞ് മുമ്പിൽ വരുമ്പോ മോനെ എന്റെ മോൻ വന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഉപ്പയും ഉമ്മയും എത്ര വയസ്സായാലും അവർക്ക് കട്ടിലിൽ ഒരല്പമെങ്കിലും ജീവനുണ്ടാവണം. ഉപ്പ എത്ര വയസ്സായാലും ഉപ്പ ഒരു സുരക്ഷയാണ്. ഉപ്പ വീട്ടിലില്ലെങ്കിൽ, മുമ്പിലെ വാതിലിന് കുറ്റിയിട്ടില്ലെങ്കിലും ഉമ്മയും മക്കളും സുഖമായി കിടന്നുറങ്ങും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ വീടിന്റെ വാതിലിന് എത്ര കുറ്റിയിട്ടാലും സമാധാനമായി ഉമ്മയും മക്കളും കിടന്നുറങ്ങില്ല. ഉപ്പ എത്ര വയസ്സനായാലും ഉപ്പ ഒരു സുരക്ഷയാണ്, ഉപ്പ ഒരു കരുതലാണ്. ഇതെല്ലാം മറന്ന് മക്കളെ നിങ്ങൾ ജീവിച്ചു പോകുമ്പോ ഉപ്പയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് വലിച്ചു വിടുകയും മക്കളെ ഒരു രീതിയിൽ കടത്തിവിടുകയും ജീവിതത്തിന്റെ സുഖത്തിലൂടെ നടന്നു പോവുകയും ചെയ്താൽ നാളെ അല്ലാഹുവിനോട് പറയാൻ കഴിയില്ല, അല്ലാഹുവേ നാളെ കത്തിക്കാളുന്ന നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോ, നരകത്തിലേക്ക് ജനങ്ങളെ വലിച്ചെറിയാൻ പോകുമ്പോ ആ സമയത്ത് ആളുകൾ പറയും, അല്ലാഹുവേ തെമ്മാടികളായ ആളുകളെ നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖദാം. അല്ലാഹു പറയുകയാണ്, തെമ്മാടികളെ അവരെ കഴുത്തിലും അവരെ മുതുകിലും പിടിച്ചിട്ട് മലക്കുകളെ വലിച്ചെറിയാൻ പോകുമ്പോ എങ്ങനെയാ നരകത്തിലേക്ക് വലിച്ചെറിയാ? നബിമൊഴി പറഞ്ഞിട്ടുണ്ടാവൂല്ലോ. എങ്ങനെയാ വലിച്ചെറിയാ? ചുമട്ടു തൊഴിലാളിയിലെ കിൻഡൽ ചാക്ക് എങ്ങനെ ഇടണ്ടില്ലേ? ഒരു ലോറിയിൽ നിന്ന് അടുത്ത ലോറിയിലേക്ക് ഒന്നി പിടിക്കുക, ഒരു കൊളുത്തിട്ട് ഇവിടെ നിന്ന് പിടിക്കുക, എടുത്തിട്ട് ഏറെ എറിയുക. അല്ലാഹു പറയാണ് ഖുർആൻ, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖദാം. തെമ്മാടികളുടെ പിരടിയിലും കാലിലും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നരകത്തിന്റെ കത്തിക്കാളുന്ന തീനാളങ്ങൾ അവരുടെ മുൻഭാഗത്ത് കാണുമ്പോ അല്ലാഹു നരകത്തിന്റെ തീയെ കുറിച്ച് പറഞ്ഞതെങ്ങനെയാണ്? ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ. നരകമെന്ന് പറയുന്നത് കത്തിക്കാളുന്ന അഗ്നിയുടെ സ്രോതസ്സാണ്. ആ നരകത്തിന്റെ തീനാളങ്ങളിൽ കിടന്നിട്ട് ദുർമാർഗങ്ങളുടെ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ അവരുടെ തൊലിയും അവരുടെ മാംസവും ഇളകി വീഴുമ്പോ മറുഭാഗത്ത് ഒരു വെള്ളത്തിന്റെ ഒരു ചെറിയ ഒരു തോണി കാണും, ഒരു വെള്ളത്തിന്റെ പുഴ കാണുമ്പോ നരകവാസികൾ വെള്ളത്തിന്റെ പുഴയിലെ കോടുമത്രേ. ഓടി ഓടി ആ പുഴയുടെ മുമ്പിലെത്തുമ്പോ അത് വെള്ളമല്ല, പിന്നെ എന്തെന്നറിയോ? ഇല്ല ഹമീമോ വഗസാഖാ അത് ഹമീം എന്ന് പറയുന്ന തിളച്ചുമറിയുന്ന ചീഞ്ചലമാണ്. നരകവാസികൾ ആ തിളച്ചുമറിയുന്ന പുഴയെന്ന് കരുതിയ ചീഞ്ചലത്തിന്റെ മുമ്പിലെത്തുമ്പോ അവരുടെ മാംസം മുഴുവനും ഉരുകി താഴോട്ട് വീണ് അസ്ഥിയുമായിട്ട് അവര് തിരിച്ചോടാൻ തുടങ്ങും. എവിടേക്കാണ് അവർ കരുതും? ഇതിലും നല്ലത് നരകമാണല്ലോ. ആ നരകത്തിലേക്ക് തിരിച്ചോടുമ്പോ പാതി വഴിയിലെത്തുമ്പോൾ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. എങ്ങനെ? ദുനിയാവിലൊരു സാധനത്തിന് തുടക്കത്തിൽ എത്ര ചൂടുണ്ടെങ്കിലും ഒരല്പനേരം കഴിയുമ്പോൾ ഇത് തണുക്കുമല്ലോ. ഈ വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചതാണ്, ഇപ്പൊ കുറെ കഴിഞ്ഞപ്പോ തണുത്തിട്ടുണ്ടല്ലോ. ഇത്രയും ഓടി വരുന്നതിന്റെ ഇടയിൽ ആ തിളച്ചുമറിയുന്ന ഹമീം തണുത്തിട്ടുണ്ടെന്ന് കരുതി അവര് നേരെ തിരിച്ചു വീണ്ടും ഹമീമിലേക്ക് ഓടും. അവിടെ എത്തുമ്പോ ഹമീം തണുത്തിട്ടില്ല.
വീണ്ടും അവരെ നരകത്തിലേക്ക് തിരിച്ചോടുകയാണ്. പാതിവടിയിൽ വീണ്ടും ഹമീമിലേക്ക് ഓടുകയാണ്. ഇതൊന്നും കബീർ ബാക്കവി പൊടിപ്പും തൊങ്ങനും വെച്ച് പറയുന്നതല്ല, ഞാനൊരു പാണ്ഡിത്യത്തിന്റെ ഗരിമയും പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ ഖുർആൻ പറയുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. എന്റെ ഹൃദയാന്തരാളത്തിൽ ഞാൻ മനഃപ്പാഠം ചെയ്തു വെച്ച എന്റെ വിശുദ്ധമായ ഖുർആൻ. ഞാൻ എന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ ഞാനൊരു പാണ്ഡിത്യത്തിന്റെ ഗരിമ പറയുകയല്ല. എന്നെ സംബന്ധിച്ചോളം ഭൗതിക വിദ്യാഭ്യാസത്തിൽ എന്നെക്കാളും ഡോക്ടറേറ്റ് നേടിയവരുണ്ട്. ആത്മീയ വിദ്യാഭ്യാസത്തിലോ ഞാൻ ആലുവയിൽ പഠിക്കുമ്പോ ഷാഫി മൗലവി എന്ന് 8ാം ക്ലാസ്സിലാണ്. 8 വർഷത്തോളം എന്റെ സീനിയറാണ് അദ്ദേഹം. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലോ ആത്മീയ വിദ്യാഭ്യാസത്തിലോ ഞാൻ എന്റെ പാണ്ഡിത്യം പറയുകയല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാ? കഴിഞ്ഞ 18 വർഷക്കാലം കേരളത്തിന്റെ അകത്തും പുറത്തും അള്ളാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുത്താൻ ശബ്ദം വിനിയോഗിച്ചൊരു പ്രബോധകനാണ്. ആ പ്രബോധകൻ നിങ്ങളോടും വിട പറയുന്നതിന് മുമ്പ് പറയാണ്, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ. അവര് ഹമീമിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ തവാഫ് ചെയ്ത് നടക്കുമത്രേ. അവസാനം അവരെ മലക്കുകൾ പിടിച്ചിട്ട്, മലക്കുകൾ അവരെ പെടലിൽ പിടിച്ചിട്ട് അവരെ നരകത്തിൽ പിടിച്ചിട്ട് നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അവരുടെ പരടിയിലും അവരുടെ കാലിലും പിടിച്ചിട്ട് നരകത്തിന്റെ സബാനിയാക്കളായ മലക്കുകളുടെ കൈപ്പിടിയിൽ പിടച്ച് പിടയുമ്പോ അടുത്തത് നരകത്തിന്റെ തീയാണ് കാണുന്നത്. അവരവിടെ നിലവിളിക്കുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഇത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ നഫ്സിനോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് അവരെ പിടച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, ഖാലൂ റബ്ബനാ ഗലബത അലൈനാ ശിഖവതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. റബ്ബനാ അല്ലാഹുവേ, റബ്ബനാ അല്ലാഹുവേ, ഗലബത അലൈനാ ശിഖവതുനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കാലം ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. കൂട്ടുകാരാണ് കല്ല് കുടിപ്പിച്ചത്, കൂട്ടുകാരന്റെ കൂടെയാണ് ചീട്ട് കളിച്ചത്. ഞങ്ങൾ ജീവിച്ചിരുന്ന കാലം ഏത് കൊള്ളരുതായ്മയും കാണുന്ന കാലമാണ് റബ്ബേ. വകുന്നാ ഖൗമൻ ളാലീൻ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിലവിളിക്കുമ്പോ ആ സമയത്ത് റബ്ബ് ചോദിക്കുന്നൊരു മറുപടിയുണ്ട്. ഖാലു അലം തകുൻ ആയാതി തുതിനാ അലൈക്കും ഫകുന്തും ബിഹാ തുകല്ലിബൂൻ. എത്ര സ്പഷ്ടമാണ് ഖുർആൻ പറയുന്നത്. അലം തകുൻ ആയാതി തുതിനാ അലൈക്കും. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് എത്ര പേര് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയതാണ്. ഫകുന്തും ബിഹാ തുകല്ലിബൂൻ. ഇതൊക്കെ കള്ളമാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നിസ്സാരം വലിക്കരിച്ചവരല്ലേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം അമൂല്യമാണ്, അങ്കുലി പരിമിതമാണ് ആയുസ്. ഏത് സമയത്തും മരിച്ചാലും 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. 6 അടി മണ്ണാണ് ബാക്കി, വേറെ ഒന്നും കൂടെ ഇല്ല. 6 അടി മണ്ണാണ് ബാക്കി. 6 അടി മണ്ണിന്റെ ജന്മീന്നാരോ പാടിയത് പോലെ 6 അടി തന്നെ ഇല്ല. കബറ് കുടിക്കുമ്പോ കല്ല് കണ്ടിട്ട് ഒരു ഇങ്ങോട്ട് കുടിച്ചാ പിന്നെ 5.25 അടി ഉണ്ടാവും. 6 തന്നെ ഇല്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതം നന്നാക്കണം. സമയമേറെ കടന്നുപോയി, ജീവിതം നന്നാക്കണം. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഖുർആന്റെ ഏറ്റവും ചെറുപ്പക്കാർ മുഴുവനും വഴിതെറ്റുമ്പോ, വഴിതെറ്റുന്നത് പ്രസംഗിക്കലല്ല, ഈ പ്രാക്ടിക്കൽ, നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം.